ഞാൻ തുടങ്ങുന്ന ഇവിടെയാണ്. ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനമായി കൊണ്ടാടുന്നു. നല്ല കാര്യം. യേശു ജനിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കരമാണ്, നമുക്കെല്ലാം. അല്ലേ നമുക്ക് മാനവർഗത്തിന് വിടുതലില്ല, അതൊരാവശ്യമാണ്. പക്ഷേ എൻ്റെ ഡേറ്റ് എന്നാണെന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത്. ഡിസംബർ 25 ആണെന്നുള്ളതിന് ബൈബിളിൽ ഒരു തെളിവുമില്ല. അല്ല എന്നുള്ളതിനൊരു സൂചന ബൈബിളിലുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ആരും തോന്നല്ലേ? 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ദയവായിട്ട് ഒന്നുകൂടെ വായിക്കാമോ? ലൂക്കോസ് 2:8. യേശുക്രിസ്തുവിൻ്റെ ജനനരാത്രിയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അന്ന് യേശു ജനിക്കുന്ന സമയം ആ ദേശത്തെ ഇടയന്മാർ ആടുകളെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്തിരുന്നു. അത്രയും വാക്കുകൾ വ്യക്തമാണല്ലോ. ഇസ്രയേലിൽ ഇടയന്മാർ ആടുകളെ കാവൽ കാത്ത് കൂടാരത്തിൻ്റെ അകത്ത് പാർക്കുന്ന ഒരു സീസണുമുണ്ട്, കൂടാരത്തിൻ്റെ വെളിയിൽ പാർക്കുന്ന ഒരു സീസണുമുണ്ട്. തണുപ്പ് കാലത്ത് അവരാടുകളെ കാവൽ കാത്ത് കൂടാരത്തിൻ്റെ അകത്ത് പാർക്കും. ചൂട് കാലത്ത് അവരാടുകളെ കാവൽ കാത്ത് കൂടാരത്തിൻ്റെ വെളിയിൽ പാർക്കും. യേശുവിൻ്റെ ജനന സമയം വെളിയിൽ പാർക്കുന്ന കാലമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തണുപ്പ് കാലമല്ല, ഡിസംബർ അല്ല, അതിന് ഒരു സംശയമില്ല. ഡിസംബർ അല്ല, ആടുകളെ കാവൽ കാത്ത് വെളിയിൽ പാർക്കുന്ന കാലമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ഡിസംബർ 25 ആയത്? ഈ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമെന്ന് ഡിസംബർ 25 കൊണ്ടാടാൻ കാരണം എന്താ? ജാതികീയമായ പല പ്രമാണങ്ങൾ നിർഭാഗ്യവശാൽ സഭയ്ക്കകത്ത് വന്നുപോയി. പല പ്രമാണങ്ങൾ നിർഭാഗ്യവശാൽ സഭയ്ക്കകത്ത് വന്നുപോയി. അതെങ്ങനെയാണ്? പിശാചിൻ്റെ ഒരു പ്രത്യേകത, ഒരു സില്ലി മോസ്റ്റ് കാര്യത്തിൽ പിടികിട്ടിയാൽ അവൻ മുതലെടുക്കും. വലിയതൊന്നും പിശാചിന് വേണ്ട, സില്ലി മോസ്റ്റ്. ഉപദേശമാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്, ഇത് രാവിലെ ഞാൻ പറഞ്ഞില്ല. ഉപദേശമാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന ബൈബിൾ വാക്യത്തെ ആധാരമാക്കിയ ഒരിക്കലും ഒരാൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ ചെന്നു. ഒരാളിനോട് നിൻ്റെ വീടൊന്ന് വാടകയ്ക്ക് തരുമെന്ന് പറഞ്ഞു. തരാമല്ലോ. വീട് മൊത്തം തരത്തില്ല, അതിനകത്തൊരു ശകലം സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി വേർതിരിക്കും. അങ്ങനെ പലരും ചെയ്യാറുണ്ട്. ഒരു മുറി തരത്തില്ല, അങ്ങനെയൊക്കെ പലരും ഉണ്ട്. ഈ പുള്ളി പറഞ്ഞു, മുറിയെല്ലാം നിനക്ക് തന്നേക്കാം, ഒരു റൂമിനകത്ത് ഒരു ചെറിയ സ്പേസ് എനിക്ക് വേണ്ടി വേണം, അത് എൻ്റെ കാര്യങ്ങൾക്കാണ്, ബാക്കിയുള്ളതെല്ലാം വാടകയ്ക്ക് തന്നേക്കാം. വളരെ ഉപകാരം. കുറച്ച് നാളത്തെ വാടക അഡ്വാൻസും വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരാണി, ഒരു റൂമിനകത്ത് ഒരാണി അടിക്കും, ആ ആണി മാത്രം എൻ്റെ ആയിരിക്കും. അങ്ങനെ ഒരാണിയുടെ, അതിപ്പോൾ ഈ റൂമിനകത്ത് ഒരു ആണി ഉണ്ടെങ്കിൽ ഒരു കാര്യമല്ല, വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കുന്നതിനകത്ത്. അടുത്ത ദിവസം അയാൾ അവിടെ വന്ന് ആ ആണിയിൽ ഒരു സഞ്ചി തൂക്കി. എടാ, ഫ്രണ്ട് റൂമിൽ ഇങ്ങനെ ഒരു സഞ്ചി തൂക്കിയിട്ടേക്കുന്നേ ഈ യാത്ര ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരു ട്രെയിനിൽ കയറിയ സൈഡിലെല്ലാം തൂക്കുന്നതാണ്. ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അതൊരു വൃത്തിയായിട്ട് അപേക്ഷ ഞാൻ ആക്കി കൊടുത്തു പോയതല്ലേ. രണ്ടാമത്തെ ദിവസം അയാൾ ആ കെട്ടം എടുത്തേച്ച് പകരം ഒരു ചത്ത പട്ടിയുടെ ബോഡി അതേ കൊണ്ട് തൂക്കി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതിവിടെ വെക്കരുതെന്ന് പറയാം. ആണി എൻ്റെ, ആണിയിൽ എനിക്ക് എന്നെ വേണേൽ തൂക്കാം. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നാറ്റം കൊണ്ട വീടിനകത്ത് ഒരു രക്ഷയില്ല. ഒരു പറഞ്ഞു, ഇവിടെ നാറിയിട്ട് പോയി. അതിനിപ്പോൾ ഞാൻ മൂക്ക് പൊത്തി പിടിക്കും. ആണി എൻ്റെയാണ്, ഒരാണി മതി. ഒരു വർഷത്തെ വാടക അഡ്വാൻസ് കൊടുത്ത പുള്ളികൾ വീടും കളഞ്ഞു പോകേണ്ടി വന്നു. പിശാചിന് ഇടം കൊടുക്കരുത്, അവൻ അതിലേക്ക് കയറും. പിശാചി ട്രൈ ചെയ്യുന്ന ഒരു ഇടത്തിന് വേണ്ടിയാണ്. അത്രയും കൊടുത്താൽ ബാക്കി അവൻ ചെയ്തോളും, ബാക്കി അവൻ മുതലെടുത്തിരിക്കും. കാര്യം അവൻ്റെ അവകാശം നമ്മുടെ കയ്യിൽ കാണാൻ പാടില്ല. ഓക്കെ, ക്രിസ്തീയ മണ്ഡലത്തിൽ എങ്ങനെ അനാചാരങ്ങൾ വന്നു കയറി? ഇതിൽ ഡിസംബർ 25 എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ BC-യിൽ ഡിസംബർ 25 ഒരാഘോഷ ദിവസമായി കൊണ്ടാടിയിരുന്നു എന്ന് ബാബിലോണിൻ്റെ ഓൾഡ് ആൻഡ് ബാബിലോണിൻ്റെ ന്യൂ, ബാബിലോൺ നൗ ആൻഡ് ദെൻ ബാബിലോൺ ദ ഗ്രേറ്റ്, ഈ 3 പുസ്തകങ്ങളിൽ എങ്കിലും വ്യക്തമായ രേഖയുണ്ട്. ഡിസംബർ 25 പ്രത്യേകത അന്ന് എന്തായിരുന്നു? ഗ്രീസിൽ ഒരുപാട് ദൈവങ്ങളുടെ കഥകളുണ്ട്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ദൈവങ്ങളുടെ കഥകൾ ഒരുപാടെണ്ണമുണ്ട്. ഇതിലെ ഗ്രീസിലെ ഒരു ദേവൻ, ഒരു രാജാവായിരുന്നു പണ്ടൊരു കാലത്ത്. ഞാൻ അങ്ങയുടെ പേരൊന്നും ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ ഇവിടെ വന്ന് പിന്നെ ഇതൊന്ന് എടുക്കാമെന്ന് ചോദിച്ചത്. ഇന്നലെ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നേനെ. എൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. സോറി, ഇന്നലെ എന്നോട് ചോദിച്ചാൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നേനെ. ഇന്നലെ ഇത് ഒത്തില്ല, ഇന്നലെ ആരും ചോദിച്ചില്ല. ഓക്കെ, ഗ്രീസിൽ അവരുടെ കഥയനുസരിച്ച്, ദൈവങ്ങളുടെ കഥയനുസരിച്ച് അവിടെ ഒരു രാജാവുണ്ടായിരുന്നു. ഇയാൾ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു. എന്തൊക്കെയോ കുറേ അത്ഭുതങ്ങൾ ഇയാളെ കൊണ്ട് കഴിഞ്ഞു. ആരെങ്കിലും ഒരാൾ ഇല്ലാത്ത ഒന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ പിശാച് അവൻ്റെ കൂടെ കൂടും. വ്യാജമായ അടയാളങ്ങളൊക്കെ ഉണ്ടാകും. പിശാച് ഇവൻ്റെ കൂടെ കൂടി. ഇവൻ കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നാട്ടുകാർക്ക് ഇവൻ പരമദ്രോഹിയായിരുന്നു.
അതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ തല്ലിക്കൊന്ന് ആ രണ്ടെല്ലാം കൂടി ഇയാളെ കഷണമായി മുറിച്ച് നാട് നീളെ ഇയാളുടെ ശരീരം കൊണ്ട് വെതറി. ഇങ്ങേരുടെ ഭാര്യയ്ക്ക് പ്രയാസമായി. അവർ ഈ പോയ കഷണങ്ങളെല്ലാം കൂടെ തിരിച്ചു പെറുക്കി കൂട്ടി ഒരുമിച്ച് കൊണ്ടുവച്ചു. ഇവിടെ ഒന്ന് പറയാനൊന്നും കൊള്ളുകയില്ല. ഇവൻ കഴിഞ്ഞാണ്ട് ഞാൻ പറഞ്ഞില്ല, കൊല്ലം എനിക്ക് 65 വയസ്സ് തികഞ്ഞു, അതുകൊണ്ടാണ് പറയുന്നത്, അല്ലെ പറയാൻ കൊള്ളുകയില്ല. ഞാൻ ഈ ചരിത്രം ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം തൊട്ടിട്ടില്ല, ഈ രാജാവിൻ്റെ കാര്യം തൊട്ടിട്ടില്ല. ഇയാളുടെ ശരീരം മുഴുവൻ തിരിച്ചു പെറുക്കിക്കൊണ്ട് വന്നപ്പോൾ ഇയാളുടെ ലിംഗഭാഗം മാത്രം കിട്ടിയില്ല, ബാക്കി മുഴുവൻ കിട്ടി. ഭാര്യ ഇത് പെറുക്കിക്കൊണ്ട് വന്ന് അവൾക്ക് അതിനകത്ത് സങ്കടമുണ്ടായി. അവസാനം ഇവരുടെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചു പ്രവർത്തിക്കുകയും ഇയാൾ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. ജീവിച്ചെഴുന്നേറ്റപ്പോൾ ഭാര്യ ഒരു സങ്കടം പറഞ്ഞു, ഈ ഒരു ഭാഗം ഇയാൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഇനി ഇയാൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല, അതിനകത്ത് എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഇയാൾ എഴുന്നേറ്റല്ലോ, സന്തോഷമുണ്ട്. അയാൾ സൂര്യദേവനായി മാറി. ഭാവിയിൽ അയാളാണ് സൂര്യനായി മാറിയത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന സൂര്യനെന്ന്. പക്ഷേ ഇവിടെ സങ്കടം ഭയങ്കരം. എനിക്കിനി മക്കളുണ്ടാകുകയില്ല, കാര്യം ഇയാൾ എന്നാ ഭഗവാനായി മാറിയാൽ ഈ ഒരു ഭാഗം ഇയാൾക്കില്ല, അതുകൊണ്ട് ആ സങ്കടം. അങ്ങനെ സങ്കടപ്പെട്ടവൾ ധ്യാനിച്ചിരിക്കുമ്പോൾ സൂര്യകിരണം അടിച്ച് ഇവൾ ഗർഭിണിയായി. ഇതെല്ലാം അവരുടെ കഥയാണ്. സൂര്യകിരണം അടിച്ച് ഇവൾ ഗർഭിണിയായി. അതിൽ ഒരു കുഞ്ഞുണ്ടായി. അത് ഡിസംബർ 25 ഉണ്ടായി. സൂര്യകിരണത്തിൻ്റെ പ്രഭയേറ്റ അമ്മയിൽ നിന്നുണ്ടായ കുഞ്ഞാണ് എന്നുള്ളത് കൊണ്ട് ആ അമ്മയുടെ തലയ്ക്ക് വട്ടം ഒരു തേജോ ഗോളം ഗ്രീസുകാർ വരച്ചു വെച്ചു. കുഞ്ഞ് സൂര്യൻ്റെ മോനായതുകൊണ്ട് അവൻ്റെയും തലയ്ക്ക് വട്ടം ഒരു ഗോളം വരച്ചു വെച്ചു. ആ കുഞ്ഞിൻ്റെ പേരാണ് തമ്മൂസ്. തമ്മൂസ് വളർന്നു, അവൻ അടുത്ത ദൈവമായി. ഇവൻ ദൈവമായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ്റെ മോനാണ്, അതുകൊണ്ട് ഇവൻ നക്ഷത്രമായി മാറിയെന്നാണ് അടുത്ത ഐതിഹ്യം. 2, ഇവൻ വനദേവനായി മാറി. 3, ഇന്ത്യയിലെ കാമദേവന് തുല്യമായി ഇവൻ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ഉറപ്പിക്കുന്ന ആളായി മാറി. കാര്യം ഇവൻ്റെ ജനനം ഇങ്ങനെ. അങ്ങനെ ഇവൻ അതായി മാറി. 3 നന്മകൾ അല്ലെങ്കിൽ 3 അധികാരങ്ങൾ ഇവനുണ്ടായി. 1, നക്ഷത്രമായി മാറി. 2, വനദേവനായി മാറി. 3, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്ന കാമദേവൻ്റെ തുല്യമായ സ്ഥാനത്ത് ഇവൻ കയറി. ഇങ്ങനെ ആരാധിച്ചിരുന്ന പതിവ് ക്രിസ്തുവിൻ്റെ ജനനത്തിനു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട്. അന്നവർ ചെയ്തിരുന്നത് തലയ്ക്ക് ചുറ്റും തേജോഗോളമുള്ള ഒരമ്മയുടെ രൂപവും തലയ്ക്ക് ചുറ്റും തേജോഗോളമുള്ള ഒരു ഉണ്ണിയുടെ രൂപവും കൊണ്ടുവന്ന് ഇവൻ വനദേവനായി മാറിയ കാരണത്താൽ കാട്ടിൽ നിന്നൊരു കമ്പ് വെട്ടിക്കൊണ്ടുവന്ന് അലങ്കരിച്ച് ഇവൻ നക്ഷത്രദേവനായി മാറിയത് കൊണ്ടൊരു സ്റ്റാറും ഉണ്ടാക്കി അതിൽ തൂക്കിയിട്ട് ഇതിൻ്റെ മുമ്പിൽ ആരാധിച്ചിരുന്നതിൻ്റെ പിക്ചർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ PCയിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ അതിൻ്റെ പിക്ചർ ബാബിലോണിൻ്റെ ഗ്രേറ്റ്, ബാബിലോൺ നൗ ആൻഡ് ദെൻ, ബാബിലോണിൻ്റെ ഓൾഡ് ആൻഡ് ന്യൂ എന്ന 3 പുസ്തകങ്ങളിലെങ്കിലും, വേറെ പല പുസ്തകങ്ങളിലും കാണാം, ഈ 3 പുസ്തകങ്ങളിലെങ്കിലും കിടപ്പുണ്ട്. ഇന്ന് തേജോഗോളം വഹിക്കുന്ന അമ്മയും തേജോഗോളം വഹിക്കുന്ന കുഞ്ഞും കൂടെ നക്ഷത്രവിളക്കിൻ്റെ കീഴിലിരുന്ന് ക്രിസ്തുമസ് ട്രീയുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇന്ന് തുടങ്ങിയതല്ല, ക്രിസ്തുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതെവിടുന്ന് വന്ന് ഡിസംബർ 25 ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനമാകാൻ യാതൊരു സാധ്യതയുമില്ല. കാര്യം അന്ന് ഇടയന്മാർ ആടിനെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്ത കാലമാണ്. അതിൻ്റെ അർത്ഥം യേശു ജനിച്ചില്ലെന്നാണോ? അല്ല, യേശു ജനിച്ചു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിടുതല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമാണ്. യേശു ജനിച്ചു. ചരിത്രത്തെ 2 തിരിച്ച BC-യും AD-യും ആക്കിയ ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ അവതരിച്ചു. അതിനകത്ത് ഒരു സംശയമില്ല. ഡേറ്റിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്, ഈ ആരാധനയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ വേണോ? നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാനായിട്ട് അതിനകത്തൊരു റൂളിങ് പറയേണ്ട കാര്യമില്ല. തമ്മൂസിനെ എൻ്റെ വീട്ടിൽ വേണ്ട എന്നാൽ എൻ്റെ വീട്ടിൽ വേണ്ട, എൻ്റെ വീട്ടിൽ വേണ്ട, ആർക്കെങ്കിലും വേണോ കൊണ്ടിയല്ലേ. ഞാനിതിനോട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. ക്രിസ്തീയ മണ്ഡലത്തിൽ ഒരുപാട് ആചാരങ്ങൾ വന്നത് എങ്ങനെ, അതിൻ്റെ ദിവസങ്ങൾ ഫിക്സ് ചെയ്തത് എങ്ങനെ. യേശുക്രിസ്തുവിൻ്റെ കാലശേഷം സഭയ്ക്ക് ഭൂമിയിൽ ഭയങ്കര ഉപദ്രവവും പീഡയും ഉണ്ടായി. ഇതെല്ലാം ചരിത്രത്തിൽ കിടപ്പുണ്ട്. നമ്മൾ തമ്മൂസിനെ തപ്പുന്ന അത്രയൊന്നും തപ്പണ്ട. AD-യുടെ ചരിത്രങ്ങൾ, ക്രിസ്താബ്ദ ചരിത്രങ്ങൾ സുവ്യക്തമാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു വന്നു, കൊന്നുവന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു എന്തോ സ്റ്റേഡിയം പ്രൊജക്റ്റ് ചെയ്തിരുന്നു. ആംഫിയൻ തിയേറ്ററിൻ്റെ ഒരു ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. ക്രിസ്ത്യാനികളായി നമ്മുടെ പിതാക്കന്മാരെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്നതും എണ്ണ ഒഴിച്ച് കത്തിക്കുന്നതും അതിനുവേണ്ടി വെച്ചിരുന്ന ഇടം, ഈർച്ചവാളുകളാൽ അറുക്കപ്പെടുന്നതും അതിനുവേണ്ടി വെച്ചിരുന്ന ഇടം. ക്രിസ്ത്യാനി എന്ന് കേട്ടാൽ അവനെ കൊല്ലും. ഇന്നും അങ്ങനെയല്ല. സ്നാനപ്പെട്ടെന്ന് കേട്ടാൽ, വെള്ളം ഉടുപ്പെട്ടെന്ന് കേട്ടാൽ, അല്ലേ, മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടെന്ന് കേട്ടാൽ തൊഴിച്ചിറക്കി വിടും. അത് ഇന്നുമുണ്ട്, അന്നുമുണ്ട്. വെൽ, ആ കാലത്ത് ഇത് ക്രിസ്ത്യാനികൾ സഹിച്ചു നിന്നു. അങ്ങനെ ക്രിസ്തു മതമായി എങ്ങും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ആരും അതിനെ സ്വീകരിച്ചില്ല.
മൂന്നാമത്തെ നൂറ്റാണ്ടിൽ കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിക്ക് മതപരിവർത്തനമുണ്ട്. അയാളാണ് ക്രിസ്ത്യാനിയെ കണ്ടമാനം ഉപദ്രവിച്ച ആളാണ്. അയാളുടെ മതപരിവർത്തന കാരണവും കൂടെ പറയാം. ഇയാൾ ഒരു യുദ്ധത്തിന് പോയി തോറ്റുപോയി. അയാളുടെ സൈന്യങ്ങൾ മൊത്തം ചെതറി. അദ്ദേഹം മാത്രം ഒരു വനത്തിൽ ഒരു കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. പേക്കനാവായിരിക്കും, അല്ല പിശാച് കാണിച്ചതായിരിക്കാം. അയാൾ കണ്ട കിനാവ് ഇതാണ്: തോളത്ത് ഒരു വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടിവെച്ച് യൂണിഫോമിൽ ഒരു കുരിശിൻ്റെ അടയാളം തയ്ച്ചു വെച്ച, റെഡ് ക്രോസ് ധരിച്ചു വെച്ച ഒരു കൂട്ടം പടയാളികൾ ചേർന്ന് യുദ്ധം ചെയ്യുന്നതും ജയിക്കുന്നതും. ഇയാൾ ഒരു പടയാളികളെ വെക്കുന്നു. അവരുടെ യൂണിഫോമിൽ ഒരു സൈഡിൽ ചുമന്ന കുരിശ് വരച്ചിട്ടുണ്ട്. അവരുടെ തോളത്ത് ഒരു മരത്തിൻ്റെ കമ്പും വെട്ടി വെച്ചിട്ടുണ്ട്. ഇവർ പോയി യുദ്ധം ചെയ്ത് ജയിച്ച് കുസ്തന്തീനോസ് രണ്ടാമത് രാജസ്ഥാനത്ത് മടങ്ങി വരുന്നതായി ഇയാളൊരു സ്വപ്നം കണ്ടു. ഉണർന്നേച്ച് അയാൾ ഓർത്ത്, ഞാൻ ക്രിസ്ത്യാനി ഇത്രയും നാൾ ഉപദ്രവിച്ചത് കൊണ്ട് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണോ? ഏതായാലും ഒന്നുകൂടെ യുദ്ധം ചെയ്യാം. ഇതിനകത്ത് കണ്ടതുപോലെ ഒരു മരത്തിൻ്റെ കമ്പ് തോളത്ത് കെട്ടി വെച്ച ഒരു സൈന്യത്തെ അയക്കാം. സൈന്യങ്ങളെല്ലാം ഒരു മരക്കമ്പും കൂടെ തോളത്ത് വെച്ചുകൊണ്ട് പോകാം. അവർക്കൊരു കുരിശും വരച്ചു വെച്ചേക്കാം. അങ്ങനെ ഒരു കുരിശും വരച്ചു വെച്ചു, മരക്കമ്പും എടുത്തു വെച്ചു, യുദ്ധത്തിന് വിട്ടു. ആ യുദ്ധത്തിൽ അയാളങ്ങ് ജയിച്ചു. അതിനെക്കുറിച്ച് ഒരർത്ഥത്തിൽ പറയുന്നത്, മരത്തിൻ്റെ കമ്പ് തോളത്തുണ്ടായിരുന്നത് കൊണ്ട് ഒരു സൈന്യമായി എതിരെ വരുന്നെന്ന് ശത്രുക്കളാരും പ്രതീക്ഷിച്ചില്ല. ഇതേതാണ്ട് കാടാണെന്ന് അവർ ഓർത്തത്, കാമോഫ്ലാജിങ്. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കാടല്ല, ഇതിനകത്ത് സൈന്യമായിരുന്നെന്ന്. അവർ യുദ്ധത്തിൽ ജയിച്ചു. ജയിച്ചുടനെ കുസ്തന്തീനോസ് പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ എൻ്റെ രാജ്യം ക്രിസ്തീയ രാജ്യമാണ്. ഞാൻ ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച കാരണത്താൽ ക്രിസ്ത്യാനിയുടെ ദൈവം എനിക്ക് വരുത്തി വെച്ചതാണിത്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തൻ്റെ രാജ്യം ക്രിസ്തു രാജ്യമാക്കി അദ്ദേഹം മാറ്റി. ക്രിസ്തീയ സമ്പ്രദായത്തിൽ ജീവിക്കുവാൻ അദ്ദേഹം ആളുകളോട് ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാർ, പൂജാരികൾ, അദ്ദേഹത്തിൻ്റെ സേവകന്മാർ എല്ലാം കൂടെ വന്നു പറഞ്ഞു, ഇത് ഞങ്ങളുടെ തൊഴിൽ പ്രശ്നം. ഞങ്ങളുടെ പഴയ മതം കൊണ്ട് തൊഴിൽ കൊണ്ട് ഉപജീവനം കഴിച്ചു വന്നു. ഇന്ന് പോലെ ഞങ്ങൾക്ക് ആഹാരം ആര് തരും? ഞങ്ങളുടെ ജോലി പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി കിട്ടിയേ പറ്റൂ. അയാൾ പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല. പണ്ട് നിങ്ങൾ ചെയ്തു വന്നതെല്ലാം തുടരുക, ഒന്നും മാറ്റണ്ട, പേര് മാത്രം ഡബ് ചെയ്താൽ മതി. എല്ലാം ക്രിസ്തുവിൻ്റെ പേരങ്ങ് മാറ്റിയേക്കണം. പഴയ ഡിസംബർ 25 തമ്മൂസ് എന്ന പേര് മാറ്റി യേശു എന്നാക്കിയേക്കണം. പഴയ നക്ഷത്രവിളക്ക്, പഴയ കാട്ടുമരം, പഴയതെല്ലാം, അതിനൊന്നിനും വ്യത്യാസമില്ല, ഡേറ്റിന് വ്യത്യാസമില്ല. നിങ്ങൾക്കിതാകാം, ഓൺലി തിങ് പേര് മാത്രം മാറ്റണം. അങ്ങനെ ഡിസംബർ 25 ക്രിസ്ത്യാനിയുടെ ക്രിസ്തുമസ് എന്ന് കുസ്തന്തീനോസ് പ്രഖ്യാപിച്ചു. ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെ തീരുമാനിക്കും? ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഈ അക്രൈസ്തവ മതങ്ങൾക്ക് പാഗൻ റിലിജിയൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവർക്കെല്ലാം പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് മാർച്ച് മാസം 21-നും ഏപ്രിൽ മാസം 22-നും ഇടയിലുള്ള കർത്തവാവിൻ്റെ ദിവസമാണ്. അത് വർഷത്തിൻ്റെ ആരംഭം, യുഗത്തിൻ്റെ പുലരി, ഇങ്ങനെ പലതും അതിനെക്കുറിച്ച് പറയും. മലയാളക്കരയിൽ ഇതിനെ വിഷു എന്ന് വിളിക്കും, വടക്കേ ഇന്ത്യയിലോട്ട് കയറിയാൽ അതിനെ ഹോളി എന്ന് വിളിക്കും. ഇതെല്ലാം കൂടെ കൂടി ഒരു പുതിയ യുഗമാണ്. മാർച്ച് മാസം 21-നും ഏപ്രിൽ മാസം 22-നും ഇടയിൽ വരുന്ന കർത്തവാവാണ് ലോക മതങ്ങൾക്ക് അവരുടെ ദേവന്മാരുടെ പാഗൻ ഗോഡ്സ് അവയുടെ പ്രധാനപ്പെട്ട ദിവസം. കുസ്തന്തീനോസ് പ്രഖ്യാപിച്ചു അത് ഈസ്റ്ററാക്കി മാറ്റുക. നമ്മുടെ നാട്ടിൽ വിഷു എന്ന് വിളിക്കും, അതിനെ ഈസ്റ്ററാക്കി മാറ്റുക. തമിഴിൻ്റെ ന്യൂ ഇയർ അതാണെന്ന് തോന്നുന്നു. മിക്കവാറും അല്ല, മാർച്ച് 21-നും ഏപ്രിൽ 22-നും ഈ 2 ദിവസങ്ങൾക്ക് ഈസ്റ്റർ പില്ലേഴ്സ് എന്ന് പേരിട്ടു. നിങ്ങൾക്ക് കലണ്ടർ സ്വയം എഴുതാം. ഈസ്റ്റർ പില്ലേഴ്സ് എന്നതിന് 2-നും പേരിട്ടു. മാർച്ച് 21, ഏപ്രിൽ 22 ഈസ്റ്റർ പില്ലേഴ്സ്. 2 പില്ലർ, അതിനിടയ്ക്ക് ഈസ്റ്റർ വരത്തുള്ളൂ. ഈസ്റ്റർ പില്ലേഴ്സ്. അതിനിടയിൽ എന്ന് കർത്തവാവ് ഉണ്ടാകുമോ ആ കർത്തവാവിൻ്റെ ദിവസമായിരിക്കും ഈസ്റ്റർ. അക്കാലങ്ങളിൽ ഈസ്റ്റർ ഇപ്രാവശ്യം ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ശനിയാഴ്ച ആയിരിക്കും, അതിൻ്റെ അടുത്ത വർഷം വെള്ളിയാഴ്ച ആയിരിക്കും. ഇങ്ങനെ മാറി വരുമായിരുന്നു. പിന്നത്തേതിൽ സഭാപിതാക്കന്മാർ ചേർന്നിരുന്ന് പറഞ്ഞു, ഇത് ഞായറാഴ്ചയാണെന്ന് ഒരിടത്ത് പറയുന്നത്, അതുകൊണ്ട് ഞായറാഴ്ച മതി, എല്ലാ ദിവസവും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റർ പില്ലറുകളുടെ ഇടയിൽ നടക്കുന്ന കർത്തവാവിൻ്റെ പിറ്റേ ഞായറാഴ്ച ഈസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചു. ഈസ്റ്റർ മുതൽ 40 ദിവസം പുറകോട്ടെണ്ണി ലെൻ്റ് ആരംഭിക്കും. ഈസ്റ്റർ മുതൽ 70 ദിവസം പുറകോട്ട് മാറി വേറൊരു പെരുന്നാൾ. ഈസ്റ്റർ മുതൽ 10 ദിവസം മുന്നോട്ട് മാറ്റി ഇനിയൊരു പെരുന്നാൾ. ഈസ്റ്റർ മുതൽ ഇത്ര ദിവസം മുന്നോട്ട് മാറ്റി അടുത്ത പെരുന്നാൾ എന്നിങ്ങനെ സകല പെരുന്നാളുകളും തീരുമാനിച്ചു. ക്രിസ്തീയ മണ്ഡലത്തിൽ കാണുന്ന സകല ആചാര ദിവസങ്ങൾക്കും അടിസ്ഥാനം ഒന്നുകിൽ ഡിസംബർ 25 തമ്മൂസിൻ്റെ ജന്മദിനം, അല്ലെങ്കിൽ ഈസ്റ്റർ പില്ലറിൻ്റെ കർത്തവാവ.
ഇതിനെ ആസ്പദമാക്കി സകല ആചാര ദിവസങ്ങളും ഫിക്സ് ചെയ്തു. ഇതിൻ്റെ എല്ലാം ബേസ് കിടക്കുന്നത് ഗ്രീസിലെ മതങ്ങളിൽ നിന്നാണ്. ഗ്രീസ് മതമാണ്. ഇതിനെ ബാബിലോന്യ മതങ്ങൾ എന്നിതിനെ വിളിക്കും. ഈ ബാബിലോന്യ മതങ്ങൾ സത്യത്തിൽ ക്രിസ്തു മതത്തിനകത്തേക്ക് അങ്ങ് കയറി ഇന്ന് തിരിച്ചറിയാൻ വയ്യാത്ത പോലങ്ങായി. ഇതെന്നുവരെ തുടരുമെന്ന് ആർക്കെങ്കിലും അറിയാവൂ? വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യം കിടപ്പുണ്ട്, വീണു, ബാബിലോൺ വീണു, അവളുടെ വീഴ്ച വലിയത്, അതിൻ്റെ പുക വലുത്. മർമ്മം മഹതിയം ബാബിലോൺ, മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവ് എന്നൊരു നാമം അവളുടെ മേലുണ്ട്. ഒരു ദിവസം സ്വർഗത്തിലെ ദൂതന്മാർ ക്രോധകലശങ്ങൾ ചൊരിഞ്ഞ ശേഷം അവളെ തള്ളിയിടും. അന്നു വരെ ക്രിസ്ത്യാനിത്വത്തിൽ ഇതെഴഞ്ഞു കിടക്കും. ഈ ആശയം മനസ്സിലാകുന്നുണ്ടോ? കൊയ്ത്തോളം കോതമ്പും കളയും ഒരുമിച്ച് വളരുക എന്ന ദൈവിക തത്വം ഇവിടെ ഉണ്ടായിരിക്കും. ഞാനിതിനോട് ചേർത്ത് ഒരു കൊച്ചു കാര്യം കൂടെ പറയും. ഇത് ഞാൻ രാവിലെ പറഞ്ഞതല്ല, ആയുസ്സിലാദ്യം ഇന്ന് ഇവിടോട്ട് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ജോഷുവ, പാസ്റ്റർ ജോഷുവ, ആഫ്രിക്കയിൽ നിന്ന് പാസ്റ്റർ ജോഷുവ ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പഴയ വാക്യം എടുത്തു പറഞ്ഞു. അതിൻ്റെ തലേ ദിവസം ശനിയാഴ്ച ഞാൻ ഇവിടെ എടുക്കുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞു. ഇത് രണ്ടും കൂടെ ഞാനൊന്ന് ക്ലബ് ചെയ്തു. അതിതാ, അദ്ദേഹം പറഞ്ഞു, ശിംശോൻ്റെ മരണസമയത്ത് അദ്ദേഹം കൊന്നവരുടെ എണ്ണം ജീവനോടിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമാണ്. നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? ഞാൻ എത്ര പ്രാവശ്യം വായിച്ചു വിട്ടു. ശിംശോൻ്റെ മരണസമയം അദ്ദേഹം കൊന്നവരുടെ എണ്ണം ശിംശോൻ ജീവനോടിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമാണ്. അദ്ദേഹവും പറഞ്ഞു വിട്ടു. പക്ഷെ എൻ്റെ അകത്ത് പെട്ടെന്നൊരിതുണ്ടായി. ശിംശോൻ ഇതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പേ കൃപയെന്ന് വീണതാണ്, അല്ലേ? അയാളുടെ കണ്ണും കുത്തി പൊട്ടിച്ച് അയാൾ കൃപയെന്ന് വീണതാണ്. എങ്കിലും കൃപയെന്ന് വീണിട്ടും ദൈവം അയാളെ തിരഞ്ഞെടുത്ത ഉദ്ദേശം ദൈവം അയാളെ കൊണ്ട് ജയിച്ചു. അവന് വല്ല ഗുണവും കിട്ടിയോ? ഒന്നുമില്ല. അവനെ കൊണ്ട് സ്തോലയ്ക്കും എസ്തലോനും മധ്യേയുള്ള മകനേതാനിൽ എവിടെ വെച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്തു അവിടെ കുഴിച്ചിട്ടു. അവൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ലെങ്കിലും ദൈവത്തിന് കുറേ ഫെലിസ്തരെ കൊല്ലണമായിരുന്നു, അത് ചെയ്തു. ഇതിനോട് ചേർത്ത് ഞാൻ വേറൊരു വാക്യം ഓർത്തു. യേശുവിൻ്റെ ശിഷ്യന്മാർ 10 താലന്ത്, 5 താലന്ത്, 2 താലന്ത്, ഒറ്റത്താലന്ത് ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഒറ്റത്താലന്തുകാരൻ കർത്താവിനോട് പറയുന്നൊരു വാക്കുണ്ട്, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് എനിക്ക് നിന്നെ അറിയാം. ശിംശോൻ്റെ കൈ കൊണ്ട് ചെയ്തതിനകത്ത് ദൈവത്തിൻ്റെ കൈ ഒന്നൊട്ടുമില്ല. ദൈവത്തിന് വേണ്ടി അല്ല, ദൈവ പ്രമാണത്തിലല്ല അവൻ. എങ്കിലും ദൈവം അതിൻ്റെ ഫലമെടുത്തു. ഇത് മനസ്സിലാകുന്നുണ്ടോ? ശിംശോൻ ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല, പക്ഷേ ആ ഫലം ദൈവം എടുത്തു. ശിംശോൻ ദൈവത്തിന് വേണ്ടി വിതച്ചതല്ല, അവൻ്റെ വൈരാഗ്യത്തിൽ തീർക്കാൻ ചെയ്തതാണ്. പക്ഷെ ഫലം ദൈവം എടുത്തു. ഇതിനോട് ചേർത്ത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ പറഞ്ഞൊരു പദം കൂടെ ഒന്ന് ആവർത്തിക്കട്ടെ. പലരും, നിങ്ങളിൽ പലരും, കർത്താവിൻ്റെ വേലക്കാരിൽ പലരും അന്ന് കർത്താവിനോട് ന്യായവിധിയുടെ ദിവസം പറയും, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ തെരുക്കളിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, നിൻ്റെ നാമത്തിൽ തെരുക്കളിൽ പഠിപ്പിച്ചു. കർത്താവ് പറയും, ഫലം വിട്, എനിക്ക് നിങ്ങളെ ഒരറിവുമില്ല. ഈ ചെയ്തതെല്ലാം ഫലവത്തായി. ഭൂതങ്ങൾ വിട്ടുപോയി, ദൈവനാമം ഉയർന്നു. രോഗികൾ സൗഖ്യമായി, ദൈവനാമം ഉയർന്നു. സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു, ആളുകൾ മാനസാന്തരപ്പെട്ടു. ഫലം ദൈവം എടുത്തു. പക്ഷെ ഞാൻ നിന്നെ അറിയുന്നില്ല, നീ നരകത്തിലോട്ട് പോകും, നിനക്കിതിനകത്തൊന്നും തരാനില്ല. കർത്താവ് വിതച്ചതല്ല, നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യും. കർത്താവ് വിതറിയതല്ല, വിതറാത്തിടത്തു നിന്ന് ചേർക്കും. ഞാൻ ദൈവകൃപയിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവം എന്നെ നിർത്തും. ഞാൻ വീണാലും ശിംശോന് പറ്റിയ പോലെ മരണത്തിങ്കിൽ കൊന്നത് ജീവനോടിരിക്കുമ്പോൾ കൊന്നതിനേക്കാൾ കൂടുതലാ. പ്രവൃത്തി ചെയ്യും, ദൈവം പ്രതിഫലമെടുക്കും. പക്ഷേ നമുക്കൊന്നും കിട്ടപ്പോരില്ല. നാം ദൈവസന്നിധിയിൽ ജീവിക്കുന്നത് യോഗ്യമായി ജീവിക്കണം. ഒരുവൻ പോരാടുന്നുവെങ്കിലും ചട്ടപ്രകാരം പോരാടായെങ്കിൽ കിരീടം പ്രാപിക്കയില്ല. നാം വ്യവസ്ഥയിൽ ജീവിക്കുവാൻ ബാധ്യസ്ഥരാ. ഇനി ഞാൻ പറഞ്ഞായിരുന്നു, കുസ്തന്തീനോസിൻ്റെ മതപരിവർത്തനത്തെ തുടർന്ന് അനേക അനാചാരങ്ങൾ സഭയിൽ കയറി. ഇതെല്ലാം നമ്മൾ കൊണ്ടാടുന്നു. ഇത് കൊണ്ടാടുന്നത് വേണോ? കേരളത്തെ പരിചയമുള്ളവരോട് രണ്ടാമത് കേരളത്തിൽ നിന്ന് ഞാനൊരു ചരിത്രം ഓർപ്പിച്ചു. കൂനംകുരിശ് സത്യം എന്ന് പറയുന്ന ഒരു സത്യപ്രതിജ്ഞ ക്രിസ്തീയ ചരിത്രത്തിൽ കിടപ്പുണ്ട്. കേരളത്തിൽ നടന്നതാണ്. കത്തോലിക്ക സഭയിൽ ഈ അനാചാരങ്ങൾ കൊണ്ടങ്ങ് നിറഞ്ഞു. എങ്ങനെയാ പറഞ്ഞു പോകുന്നത്? ഒരു ഭക്തൻ്റെ കഴുത്തെ തപ്പിയ കാശ് രൂപം കാണും, നമ്മുടെ ഭക്തൻ്റെ കഴുത്തെ തപ്പിയ ക്രൂശ് രൂപം കാണും. ഇത് വി. എ. തോമസിൻ്റെ ഭാഷയാണ്. അവിടെയും പുള്ളി കടിക്കും, ഇവിടെയും പൊട്ടുകുത്തും.
അവിടെ കാണുന്നതൊക്കെ ഇവിടെ. അവിടെ അന്യദൈവങ്ങളുടെ പേരിൽ ക്ഷേത്രങ്ങൾ, ഇവിടെ ദേവീദേവന്മാർ, അവിടെ ദേവീദേവന്മാരുടെ പേരിൽ ക്ഷേത്രങ്ങൾ, ഇവിടെ പുണ്യവാളന്മാരുടെ പേരിൽ പള്ളികൾ. അവിടെയും അത്, ഇവിടെയും ഇത് രണ്ടും തുടരുക. പേര് മാറ്റി ഡബ് ചെയ്തു എന്നുള്ളതല്ല, അതൊന്നുമില്ല. ഇങ്ങനെ ആത്മമണ്ഡലം അങ്ങ് നശിച്ച് തകർന്നതിനെ തുടർന്ന് കേരളത്തിലുണ്ടായിരുന്ന വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ, പ്രാക്ടീസ് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ ഒരുമിച്ചുകൂടി കൂനംകുരിശ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു സത്യപ്രതിജ്ഞ എടുത്തു. കൊച്ചിക്കടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കൂനംകുരിശ് എന്ന് പറയുന്നത്. അവിടുത്തെ കുരിശ് കൂനിയതാണോ കുരിശുണ്ടോ എനിക്കറിയാൻ വയ്യ. അവിടെ കുരിശുണ്ട്. അന്ന് ഈ സത്യക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സത്യവിശ്വാസം നിലനിർത്താൻ താല്പര്യപ്പെട്ടവരെല്ലാം കൂടി വലിയൊരു ആഘോഷമായി കൂനംകുരിശിൻ്റെ അടുക്കൽ കൂടി. എന്നിട്ട് പറഞ്ഞാൽ കുരിശെ തൊട്ടുകൊണ്ട്, അവിടെ ഒരു കുരിശുണ്ട്, ആ കുരിശെ തൊട്ടുകൊണ്ട് ഒരു സത്യപ്രതിജ്ഞ എടുക്കുക. പക്ഷേ ഇപ്പോൾ എത്ര പേര് കുരിശെ തൊടാൻ നോക്കും? ഞാൻ അന്നേ പറയും, ഇവിടെ നിൽക്കുന്ന പാസ്റ്റേഴ്സ് 2 പേര് ഇവരുടെ തലയിലോട്ട് കൈ വെക്കും, ബാക്കി എല്ലാവരും കൂടി ഇങ്ങോട്ട് കൈ നീട്ടാൻ പറയും. പക്ഷെ അന്ന് അവർ ഇത് അത്രയും ലാഘവമായിട്ട് അതിനെ വിട്ടില്ല. അവർ പറഞ്ഞ് ഈ കുരിശയിലോട്ട് ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടും വഴക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും എല്ലാ ഡിറക്ഷനിലേക്കും കുറേ കയറുകൾ കെട്ടുക. ഒരു തൂണേന്ന് കയറുകൾ വട്ടത്തിൽ കെട്ടി തോരണം കെട്ടുന്നത് പോലെ ഈ കുരിശിൽ നിന്നും കുറേ കയറുകൾ വട്ടത്തിലേക്ക് അങ്ങ് കെട്ടിയിട്ടു. എന്നിട്ട് കൂടി ആളുകളെല്ലാം കൂടി കയറെ പിടിച്ചു, തൂണെ തൊടുന്നതിന് തുല്യമായിട്ട്. 100 കയറുണ്ടെന്നിരിക്കട്ടെ, 100 ഡയറക്ഷനിലേക്ക് ഇട്ടു, 100 പേര് വീതം അതേ പിടിച്ചു. അങ്ങനെയാണെങ്കിൽ 10,000 എല്ലാവരും കൂടി കയറുകളിൽ വട്ടത്തിൽ പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് അവരെല്ലാം കൂടെ ചേർന്നൊരു സത്യപ്രതിജ്ഞ എടുത്തു. ആ സത്യപ്രതിജ്ഞയുടെ ചില വാചകങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്, അത്രയും പറയാം. അല്ലെങ്കിൽ ബാക്കി വാചകങ്ങൾ അറിയാവുന്നവരൊന്ന് ഓർപ്പിച്ചാൽ ഞാൻ അതും കൂടെ ചേർത്ത് പറയാം. അതിങ്ങനെ പോകുന്നു: ഞങ്ങളും ദൈവം ഞങ്ങൾക്ക് തരുന്ന കുഞ്ഞുങ്ങളും, ഞങ്ങളും ഞങ്ങളുടെ സന്തതികളും, ഭൂമിയും പുല്ലും ഉള്ളിടത്തോളം കാലം, സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഈ ദുഷ്ടവിശ്വാസത്തിലേക്ക് പോകയില്ല, അതിനെ ആചരിക്കയില്ല എന്നവർ ചേർന്ന് സത്യം ചെയ്തു. അതിനെ കൂനംകുരിശ് സത്യം എന്ന് വിളിച്ചു. പരിണിതം എന്തായിരുന്നു അറിയാവോ? ഇന്ത്യയുടെ മറ്റൊരു സ്റ്റേറ്റിനേക്കാളും ഉപരി ക്രിസ്ത്യാനിത്വം കേരളത്തിൽ വളർന്നു. ഇന്ത്യയിലെ വേറെ ഒരു സ്റ്റേറ്റിലും നടന്നിട്ടില്ല. ക്രിസ്ത്യാനിത്വം കേരളത്തിൽ വളർന്നു. ഞങ്ങളും ഞങ്ങളുടെ സന്തതികളും സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം, ഭൂമിയും പുല്ലും ഉള്ളിടത്തോളം കാലം ഈ ദുരാചാരങ്ങളിലേക്ക് പോകയില്ല, ഞങ്ങൾ ദൈവത്തോട് പറ്റി നിൽക്കുമെന്ന് ഒരു സത്യം ചെയ്തു കൂനംകുരിശിൽ വെച്ച്. അതിനെ ക്രിസ്തീയ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ക്രിസ്തീയ ചരിത്രത്തിൽ കൂനംകുരിശ് സത്യം എന്ന് എഴുതി വെച്ചു. പക്ഷെ പിശാചിന് നമ്മുടെ അകത്തേക്ക് കയറാൻ താല്പര്യമുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടില്ല, അറിയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ? പലതും ചെയ്യാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ അരപയോഗക്കുന്ന് എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് വിശുദ്ധ പൗലോസ് ഒരു പ്രസംഗം പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പദമുണ്ട്: ഞാൻ നിങ്ങളുടെ പൂജാസ്ഥലങ്ങൾ ചുറ്റി നടന്ന് കണ്ടപ്പോൾ അജ്ഞാത ദേവിക്ക് എന്നെഴുതിയ ഒരു വേദിക്കല്ല് കണ്ടു. ഞാൻ പറയുന്ന കോണ്ടസ്റ്റും ഇതോട്ട് അല്പ വ്യത്യാസമുണ്ട്. ആ വാചകം ഞാൻ അതുപോലെ ആവർത്തിക്കുക. അജ്ഞാത ദേവിക്ക് എന്നെഴുതിയ ഒരു വേദിക്കല്ല് കണ്ടു. അതെ, നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിനെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതേത് ദൈവമാണെന്ന് നിങ്ങൾക്കറിയത്തില്ല, ഏതോ ഒരു ദൈവത്തിന്. അത് പറഞ്ഞപ്പം രാവിലെ പറയാഞ്ഞൊരു കഥ പണ്ട് പറഞ്ഞതാണ്. ഒരിക്കൽ ഒരു ദേവാലയത്തിൽ, ഒരു പള്ളിയിൽ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ പോയ കഥയുണ്ട്. അപ്പോൾ അവിടെ യേശുവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്, പിന്നെ കന്യമറിയാമിൻ്റെ ഉണ്ട്, അതിനിപ്പുറത്തോട്ട് വിശുദ്ധന്മാരുടെ ഉണ്ട്. ഇങ്ങനെ അങ്ങ് വെച്ചു. ഈ ഒരുപാട് രൂപങ്ങൾ ഇങ്ങനെ വെച്ച ശേഷം അതിനെ എല്ലാവരും കണ്ടറിയണ്ടേ. അതുകൊണ്ട് ഒരു വാലും കൊമ്പും ഒക്കെ ഉള്ള ഒരു പുള്ളിയെ ഉണ്ടാക്കി അവിടെ വെച്ചു. ഇത് സാത്താനാണ്, അല്ലെങ്കിൽ ഇത് ലൂസിഫർ എന്ന് പറഞ്ഞു. ഈ അമ്മച്ചി ഇവിടെ വന്ന് യേശുവിനെ തൊട്ട് നമസ്കരിച്ച് അങ്ങനെ മറ്റേതിനെ നമസ്കരിച്ചു. കണ്ടതല്ലേ, അതൊന്ന് നമസ്കരിച്ചത്. അപ്പോൾ ആരാണ്ട് ചോദിച്ചു, എൻ്റെ അമ്മച്ചി പറ്റിച്ചോ, ഇതുവരെ ആരാധിച്ചു വന്നതെല്ലാം ദൈവത്തെയാ, ഇതിപ്പോൾ എന്നതാ? അപ്പോൾ അമ്മച്ചി തിരിച്ചു പറഞ്ഞത്, എൻ്റെ കുഞ്ഞെ, ആർക്കറിയാമടാ ഏതാന്ന്, ആർക്കറിയാം ഏതാന്ന്? നമ്മൾ ചത്തിട്ട് ഇനി ഇവൻ്റെ അടുക്കലെങ്ങാണോ ചെല്ലുന്ന അവനും പെണ്ണം കണ്ട, അവനെയും പ്രസാദിപ്പിക്കുക, അത്രേ ഉള്ളൂ. അറിയാതെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞാൻ ഇതിനോട് ചേർന്ന് കേട്ടിട്ടുള്ള വേറൊരു കഥയാണ്. രാജസ്ഥാനിൽ വിദ്യാഭ്യാസം ഒട്ടും ഇല്ലാതിരുന്ന കാലത്ത്, ഇന്ന് കുറച്ചുകൂടെയൊക്കെ വ്യത്യാസമായി, അവിടെ ഉണ്ടായിരുന്ന ഒരു വല്യപ്പച്ചന് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. അപ്പച്ചൻ ഒട്ടകപ്പുറത്താണ് ഇപ്പോഴും നടക്കുന്നത്, മരുഭൂമിയായുണ്ട്. വല്യപ്പച്ചൻ മരിച്ചു പോയപ്പോൾ അപ്പച്ചൻ ഒരു ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു പടം ആരാണ്ട് വരച്ചു വെച്ചു. അതവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നും അമ്മച്ചി ആ പടത്തിൻ്റെ മുന്നേ വന്ന് അയ്യോ എന്ന് പറഞ്ഞ കാര്യം. അപ്പച്ചൻ പോയി, അമ്മച്ചി ജീവനോടുണ്ട്. അപ്പോൾ കൊച്ചുമക്കൾ ആരാണ്ട് വർത്തമാനം പറയാറായി വന്നപ്പോൾ ഇത് എന്നെ അമ്മച്ചി എന്ന് വെച്ചപ്പോൾ ഇത് നമ്മുടെ അപ്പച്ചനാടാ, നിൻ്റെ വല്യപ്പച്ചനായിരുന്നു, നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അമ്മച്ചി കാര്യം കരയാതിരിക്കത്തില്ല. ഈ കുഞ്ഞിന് അല്പം അറിവായപ്പോൾ അവൻ ചോദിച്ചെന്ന് പറയുന്നത്, നമ്മുടെ അപ്പച്ചൻ്റെ പുറത്താരായിരിക്കുന്നത്? ഒട്ടകത്തിൻ്റെ പുറത്ത് ഇത് ഞാനിരിക്കുന്ന പടമല്ലേ, നമ്മുടെ അപ്പച്ചൻ്റെ പുറത്താരാ കയറി ഇരിക്കുന്ന കാര്യം. അവൻ നോക്കിയപ്പോൾ ഇതിലെ വലിയത് ഒട്ടകമാണ്, മറ്റേ ചെറുതാണ്.
ഈ ഒട്ടകത്തിൻ്റെ പുറത്തല്ലേ ഇരിക്കുന്നത്, അപ്പച്ചൻ്റെ പുറത്താണ് രണ്ട് കയറി ഇരിക്കുന്നത്. ഇതാരാണ്? നിങ്ങൾ അറിയാതെ ആരാധിക്കുന്നതിനെ. ആശയം മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അറിയുന്നില്ല. അറിയാതെ ആരാധിക്കുന്നതിനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അറിയാതെ ആരാധിക്കുക എന്ന പദം പറഞ്ഞപ്പോൾ ഞാൻ തിരുവോണത്തിൻ്റെ കാര്യം ഇന്ന് ഓർപ്പിച്ചു. പണ്ട് PG വർഗീസ് ഇവിടെ വന്നപ്പോൾ ഒന്ന് തൊട്ടേച്ചാ പോയത്. ഈ ഓണ ദിവസത്തെക്കുറിച്ച് അതിൻ്റെ ആചാരം കൊണ്ടുവരുന്നവർ തന്നെ പറയുന്നത് എന്തുവാ? ഓണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദേവന്മാർക്ക് വിരോധിയായിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ദേവന്മാർക്ക് വിരോധി എന്ന് പറയുന്ന അസുരനാ. എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാവോ? ദൈവത്തിന് വിരോധിയായ പിശാച്. ഒരു മൂത്ത പിശാച് പണ്ട് അന്നത്തെ ലോകം, അതായത് കേരളം, അത്രേ അന്ന് അറിവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അന്ന് ലോകം എന്ന് പറഞ്ഞാൽ കേരളം എന്നേ അറിവുള്ളൂ. അതിനകത്ത് അപ്പുറത്തോട്ട് അവർക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ കാണുന്നതാണ് ലോകം. അതിനപ്പുറത്തോട്ട് അറിയത്തില്ല. ഓൾ റൈറ്റ്. ഒരു അസുര ചക്രവർത്തി ലോകം ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പിശാച് ലോകം ഭരിച്ചിരുന്നു. ഒരു ദേവന്മാർക്കെല്ലാം കൂടെ അരിശമായി, ഇവനെ ഭിത്തി ശരിയാകില്ല, ഇവനെ നശിപ്പിക്കാൻ തീരുമാനിച്ച് അതിന് വാമന അവതരം ഉണ്ടായി. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. വാമനൻ ദൈവൻ ഇറങ്ങി വന്ന് പിശാചിനെ ചവിട്ടി താഴ്ത്താൻ പോവാം. ഇവനെ ചവിട്ടി താഴ്ത്തുമ്പോൾ മൂത്ത പിശാച് പറഞ്ഞു, ആണ്ടിൽ ഒരിക്കലെങ്കിലും വന്ന് എൻ്റെ പിള്ളേരെ കാണാൻ അനുവാദം തരണമെന്ന്. തമ്പുരാൻ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെന്ന് പറഞ്ഞു. നാണമില്ലേ മൂത്ത പിശാച് കയറി വരുമ്പോൾ നമ്മളെല്ലാം കൂടെ ഉപ്പേരി വിട്ട് വരാനെന്ന്? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ അറിയാതെ ആരാധിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല എന്നെ കാണിക്കുന്നത്. നിങ്ങൾ അറിയാതെ ആരാധിക്കുന്നതിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ അറിയാത്ത ആരാധനയിലേക്ക് പോകാതിരിക്കാൻ പഴയ കൂനം കുരിശ് സത്യം, ഭൂമിയും പുല്ലും ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് അറിയാവുന്നത് വിട്ടേച്ച് ഞങ്ങൾ പോകത്തില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ നമുക്ക് വരാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുപാട് അളവ് രക്ഷപ്പെടാനായിട്ട് കഴിയും. അറിയാതെ ആരാധിക്കുന്നതും അറിഞ്ഞാരാധിക്കുന്നതും. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞു. എൻ്റെ ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ച കാലത്ത് 1/2 മുമ്പിലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ പിള്ളേർക്കൊന്നും ഇത് അറിയത്തില്ലായിരിക്കും, അല്ലെ കൊച്ചു പിള്ളേർക്ക് അറിയത്തില്ല. എന്നെക്കാൾ പ്രായമുള്ള അപ്പച്ചനൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം. ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചില കുശൃതി പിള്ളേർ, ഞാനത് പണി ചെയ്തിട്ടില്ല, എന്നെ പറ്റിച്ചിട്ടുണ്ട്. ചില കുശൃതി പിള്ളേർ ഒരു കൊച്ചു പേപ്പർ എടുത്ത് അതിലോട്ട് എഴുതും, ഇവിടെ തുപ്പുക. ഒരു കടലാസിലോട്ട് എഴുതി ഇവിടെ തുപ്പുക. എന്നിട്ട് ഇതിൻ്റെ മറുവശത്തൊരല്പം പശ വെക്കും. ഒരു വശത്ത് എഴുതി മറുവശത്തൊരല്പം പശ വെക്കും. പശയുള്ള വശം മേളിലായി ഇത് ക്ലാസ്സിലെ ബെഞ്ചിലോട്ട് വെച്ചേക്കും. മിടുക്കന്മാർ വന്ന് ഓർക്കാതെ ഇതൊന്നും കാണാൻ ഇതിൻ്റെ പുറത്ത് കയറി അങ്ങ് ഇരിക്കും. അവരറിഞ്ഞിട്ടേ ഇല്ല, അവരൊന്നും പറഞ്ഞിട്ടുമില്ല. എഴുന്നേറ്റ് പോകുമ്പോൾ ഈ എഴുത്ത് പുറകിലിരിപ്പുണ്ട്, ഇവിടെ തുപ്പുകയെന്ന്. പിന്നെ അതിൻ്റെ പുറകെ കാണുന്നവൻ തുപ്പും. എന്താടാ തുപ്പിയ? നീ എന്താടാ എഴുതി വെച്ച? ഞാൻ എഴുതിയില്ല, ആണ്ടിരിക്കുന്നു. നമ്മളിൽ പലരുടെയും മണ്ടയിൽ അറിയാതെ പലതും ചെകുത്താൻ കൊണ്ട് ചുമത്തി വെച്ചു. നമ്മൾ അറിയുന്നില്ല. ഞാൻ മറ്റൊരു പ്രായോഗിക ഉദാഹരണം ഇവിടെ പറഞ്ഞു. റോക്ക് മ്യൂസിക്, ഭയങ്കര ബമ്പിങ് മ്യൂസിക് പലരും കേട്ടിട്ടുണ്ട്. അതിനകത്ത് കുറേ ശബ്ദങ്ങളൊക്കെ ഉണ്ട്, ധം ധും ധും, ഒത്തിരി ശബ്ദങ്ങളുണ്ട്. ഇത് എന്തുവായി? എന്തിനാണെന്നറിയാത്ത ശബ്ദം നമ്മളെന്തിനാണ് കേൾക്കുന്നത്? നമ്പർ 9 അല്ലായിരുന്നു ഒരിക്കൽ നമ്മൾ പറഞ്ഞ്, നമ്പർ 9 നമ്പർ 9 നമ്പർ 9 നമ്പർ 9 ആവർത്തിക്കുന്ന കേൾക്കാം. എന്നത് ഒരു ടേപ്പ് റെക്കോർഡർ എടുത്ത്, എന്നാന്ന് ഞാൻ പറയാൻ വരിക, ഒരു ടേപ്പ് റെക്കോർഡർ എടുത്ത് അതിൽ എന്തെങ്കിലും ഞാൻ ഈ പറയുന്നത് റെക്കോർഡ് ചെയ്യുക. ആ റെക്കോർഡ് ചെയ്യുന്ന ടേപ്പ് എടുത്ത് അത് തിരിച്ചിടുക. ആ ടേപ്പ് നേരെ തിരിച്ചിട്ട് പ്ലേ ചെയ്താൽ ഞാൻ ഈ പറയുന്നത് ഒന്നും മനസ്സിലാകത്തില്ല, പക്ഷേ ഏതോ ഒരു ശബ്ദം പുറത്തു വരും. അതിനെ സബ് ലൈമൽ ലാംഗ്വേജ് എന്നാണ് വിളിക്കുന്നത്. ആ മ്യൂസിക്കിനകത്ത് നമ്പർ 9 നമ്പർ 9 നമ്പർ 9 എന്ന് പറയുന്നത് നിങ്ങളെടുത്ത് അതേ ടേപ്പ് തിരിച്ചു വെച്ച് കേട്ടാൽ ദ ഡെഡ് മാൻ സ്പീക്കിംഗ്, ടേൺ മീ ഓൺ ഡെഡ് മാൻ, ടേൺ മീ ഓൺ ഡെഡ് മാൻ, ടേൺ മീ ഓൺ ഡെഡ് മാൻ എന്ന് കേൾക്കുന്നത്. ടേൺ മീ ഓൺ ഡെഡ് മാൻ എന്ന് ടേപ്പയിലോട്ട് റെക്കോർഡ് ചെയ്ത്, ഞാൻ പറയുന്ന പോലെ അല്ല, അവർ പറയുന്ന പോലെ പറഞ്ഞ് ടേപ്പയിലോട്ട് റെക്കോർഡ് ചെയ്ത് നേരെ ആ ടേപ്പ് തിരിച്ചു വെച്ച് പ്ലേ ചെയ്താൽ നമ്പർ 9 നമ്പർ 9 നമ്പർ 9 എന്ന് നിങ്ങൾ കേൾക്കും. ഈ പ്ലേ ചെയ്യുന്ന സത്യത്തിൽ എന്തവാ? ആ ചത്ത സാത്താൻ്റെ അടുക്കലേക്ക് ഞാൻ പോകുകയാ, അവനെ ആരാധിക്കുന്ന വാക്കുകൾ. സബ്ലൈമൽ ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്തു പറയുന്നുവെന്ന് അറിയാതെ എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന, എന്നെക്കൊണ്ട് കേൾപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. എൻ്റെ വണ്ടിയുടെ പുറകിൽ പ്രൈസ് ദി ലോർഡ് എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു. ഇത് പിശാചിന് അറിയാൻ വയ്യാത്ത ഒരു തത്വം അവൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അതിനറിയായിരിക്കും, നമ്മുടെ ആളുകൾ ചെയ്ത പ്രൈസ് ദി ലോർഡ് എന്ന് എഴുതി വെച്ചു. ഈ വണ്ടി വഴിയെ കൂടെ ഓടിക്കുക. പുറകെ വന്ന് കാണുന്നവൻ വായിക്കും പ്രൈസ് ദി ലോർഡ്. അവൻ അറിയാതെ അവൻ്റെ വാവുകൊണ്ട് ഒരു പ്രൈസ് ദി ലോർഡ് പറയും. അത്രയും ദൈവനാമം ഉയരും. പിശാച് അത്രയും തൂക്കും.
ഇത് മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ എന്തെല്ലാം എഴുതിയതാ നമ്മുടെ അടുത്തൂടെ പോകുന്നത്, എന്തെല്ലാം എഴുതിയതാ നമ്മുടെ അടുക്ക കൂടെ പോകുന്നത്. വി ആർ ഇൻ എ ഫീൽഡ് ഓഫ് ഡിസെപ്ഷൻ. വഞ്ചിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങൾ. മറക്കരുത്. നമുക്കിവിടെ ഒരു നല്ല കുഞ്ഞുണ്ടായിരുന്നു. എന്താ പറയുന്നത് പേര്? ഡോക്ടർ, അവൻ്റെ പേരെന്തുവായിരുന്നു? ജസൽ ബ്രദറിൻ്റെ പ്രദീപ്. ഡോക്ടർ പ്രദീപ് ബാംഗ്ലൂർ തന്നെ ഇല്ലയോ അദ്ദേഹം? എപ്പോഴും ഡോക്ടർ പ്രദീപ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ബാംഗ്ലൂരിൽ ഇവിടെയോ ജോലി ചെയ്യുന്നുണ്ട്. കാണുന്നത് ഗ്രഹിക്കാൻ അറിവും കഴിവുമുള്ള കുറച്ച് പേര് കാണും. കണ്ടത് ചെഞ്ഞു പോരുന്ന എന്നെ പോലെ പലരും കാണും. പ്രദീപ് ഒരിക്കൽ പറഞ്ഞ, ആ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം തൊടുക. അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ വലിയ മ്യൂസിക് കൺസേർട്ട്, ഈ വലിയ ധം അടിക്കുന്ന ഭയങ്കര മ്യൂസിക് കൺസേർട്ട്സ് കാണാൻ വേണ്ടി ഞാൻ പോകാറുണ്ടായിരുന്നു. അവൻ്റെ അപ്പന് ആവശ്യത്തിന് കാശുണ്ടായിരുന്നുകൊണ്ട് വെക്കും. ദുബായിലെ ചില വലിയ ഹോട്ടലുകളിൽ അവിടെ ഇവിടെയൊക്കെ ഇത് നടക്കുമ്പോൾ ഒരു ടിക്കറ്റിന് $200. ഒരു ടിക്കറ്റിന് $200 ഒക്കെ വിലയുള്ള ടിക്കറ്റും എടുത്തുകൊണ്ട് ഹെവി മെറ്റൽ മ്യൂസിക്സ് കേൾക്കാനായിട്ട് പോകുമായിരുന്നു. അവിടെ വരുന്ന ആളുകളിൽ പലരും, നമ്മുടെ പിള്ളേരിൽ പലരും ഇന്ന് കാണിക്കുന്ന പോലെ ഒരുപാട് പോക്കറ്റുള്ള ഉടുപ്പും കൊണ്ടാണ് വരുന്നത്. ഒരുപാട് പോക്കറ്റ്, ഭയങ്കര മെറ്റൽസ് ഒക്കെ വെച്ച് സിറ്റ് ചെയ്യുന്ന ഇതും കൊണ്ടാണ് വരുന്നത്. കാര്യം സാത്താനും ഒന്ന് ഇളകണമെങ്കിൽ അവനെ ആരാധിക്കുന്ന ചിലത് അവന് വേണം. ഇതൊക്കെ വെച്ചോണ്ടാണ് വരുന്നത്. പക്ഷെ നമ്മുടെ പിള്ളേർക്ക് ഇതിൻ്റെ കഴകക്കേട് അറിയാൻ വയ്യ. ഇവർ ഈ വാലും തൂക്കി പോക്കറ്റുമായിട്ട് ഇങ്ങനെ വരും. ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ആദ്യം അവർക്ക് അറിഞ്ഞുകൂടാ. ഇവർ വരുമ്പോൾ ഇതിനകത്ത് വവ്വാലുകളെ കൊണ്ടുവരും ഈ പോക്കറ്റുകളിൽ. സ്റ്റേജേ വന്നാൽ ഇവന്മാർ ചൂടാകണമെങ്കിൽ ഈ പോക്കറ്റിനകത്ത് ഒന്നിനകത്ത് കൈയിട്ട് ഒരു വവ്വാലിനെ എടുത്ത് കടിച്ചു പറിക്കും തല. എന്നിട്ട് അതിൻ്റെ ബ്ലഡ് പച്ചയ്ക്ക് കുടിക്കും. അത് കഴിഞ്ഞെങ്കിലേ ചെകുത്താൻ ഇളകത്തുള്ള പാട്ടിൻ്റെ മഹത്വമെങ്കിലേ വരുള്ളൂ. ഭയങ്കര ചാട്ടം. ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ ഒത്തിരി പാൻറ്റും ഒത്തിരി പോക്കറ്റും വാലും ഒക്കെ ഉള്ള ഈ ഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹെവി മെറ്റൽ മ്യൂസിക്കുകാർ വരുന്നത്. ഒത്തിരി ശരീരത്ത് ഒത്തിരി ആടയാഭരണങ്ങൾ കാണും. ഈ പോക്കറ്റുകൾക്കകത്ത് ഇവർ ഇട്ടിരിക്കുന്നത് വവ്വാലുകളെയാണ്. സ്റ്റേജിൽ വന്നാൽ $200 ടിക്കറ്റ് എടുത്ത് മുന്നിലിരിക്കുന്ന വിഡ്ഢികളുടെ മുമ്പിൽ വെച്ച് ഇതേന്നൊന്നിനെ വലിച്ചെടുത്ത് തല കടിച്ചു പറിക്കും. ആ രക്തം കുടിച്ചു കഴിയുമ്പോഴേ ഇവന് ചൂട് കയറത്തുള്ളൂ, അവൻ ആരാധിക്കുന്ന ചെകുത്താൻ കയറത്തുള്ളൂ. അങ്ങനെ പാടിയെങ്കിൽ അടുത്ത പ്രാവശ്യം മറ്റോ ടിക്കറ്റ് എടുത്തുകൊണ്ട് വരത്തുള്ളൂ. നിങ്ങളറിയാതെ സേവിക്കുന്നതിനെ. പക്ഷേ ഇതിനകത്തെല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വരുന്നത് സപ്ലിമെൻ്റ് ലാംഗ്വേജാണ്. നമ്മൾ അറിയാത്തതിനെ അകന്നു മാറി അറിയാവുന്നതുമായി പറ്റി നിന്നാൽ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയില്ലാത്ത നിർമ്മല മണവാട്ടിയായി കർത്താവിന് വേണ്ടി വേർതിരിയുവാൻ കഴിയും. ഞാൻ കുസ്തന്തീനോസിൻ്റെ ചരിത്രത്തിൽ മടങ്ങി വരട്ടെ. 3-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ മതപരിവർത്തനത്തെ തുടർന്ന് ആചാരങ്ങൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് ഡബ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം ആദ്യം ചെയ്തത് ആർക്കും വിരോധമില്ലാതിരിക്കാൻ സൂര്യദേവനെ പ്രസാദിപ്പിക്കുന്ന സൂര്യനോട് ബന്ധപ്പെടുത്തി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിന് സൂര്യദിവസം എന്നർത്ഥം വരുന്ന സൺഡേ എന്ന് പേരിട്ടു. തുടക്കം അവിടെ സൂര്യനോട് ബന്ധപ്പെടുത്തി സൺഡേ, സൂര്യദിവസം എന്ന് 1-ാം ദിവസത്തെ പേരിട്ടു. കാരണം വെട്ടിക്കീറി പലയിടത്ത് കളഞ്ഞ പുള്ളി ഒടുവിൽ ഭാര്യ കൊണ്ടുവച്ച് ദൈവമാക്കിയത് സൂര്യനായിട്ട് മാറി. സൂര്യാരാധനയുടെ ഭാഗമായി സൺഡേ എന്ന പേരിൽ ഞായറാഴ്ചയ്ക്ക് പേരിട്ടു. അവിടെ മുതൽ ജാതികീയമായ ആരാധനകൾക്ക് ക്രിസ്ത്യൻ പേരിട്ട്, ക്രിസ്തീയ തത്വങ്ങളുടെ പേരിട്ട് ഇതിനെ സഭയ്ക്കകത്താക്കി. അറിയാതെ ഞാനും നിങ്ങളും ഇതിൻ്റെ പുറകെ പോയി. അറിയുന്നവരെങ്കിലും ഗുണംകുരിശ് സത്യമെങ്കിലും ഓർത്തുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭൂമിയും പുല്ലും ഉള്ളിടത്തോളം കാലം, സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഇതിൻ്റെ പുറകെ പോകത്തില്ല. സത്യവിശ്വാസത്തിന് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ തീരുമാനത്തിൽ നിൽക്കുമെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. എനിക്കതിന് ഒരുപാട് ഏരിയ കവർ ചെയ്തു, ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങി. ഇത്രയും ഇന്ന് പറയണമെന്നും കണ്ട് ഞാൻ ഇന്നലെ ഓർത്തതല്ല. ഇന്ന് രാവിലെ ഇവിടെ വന്ന ശേഷം ഒരാൾ ഈ സീസൺ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും തമ്മൂസ് കയറി തുടങ്ങി. അതുകൊണ്ട് ഉറപ്പിച്ച വീട് അലങ്കരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. നോ, അതിന് യാതൊരു ദോഷവുമില്ല. ഇറ്റ് ഇസ് ഗുഡ്. പക്ഷേ അനാവശ്യമായത് ഒഴിവാക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നല്ലതാണ്. ക്രിസ്തീയ വിവാഹങ്ങളിൽ ഞാൻ നടത്തുന്ന ചുമതലയെടുത്ത് നടത്തിയ വിവാഹങ്ങളിൽ ഞാനിവിടെ ആ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നില്ല, വിശദീകരണം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചർച്ചിൻ്റെയൊക്കെ ആരംഭകാലങ്ങളിൽ പല വിവാഹങ്ങൾക്കും ഞാൻ തന്നെയായിരുന്നു ചുമതലയെടുക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുനിലിനോട് പറയേണ്ടത് അവർ പറയുന്ന പോലെ വിടരുത്. കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ അവരെന്തോ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന് എൻ്റെ ജോബ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ
ഓക്കെ, ഞാനായിട്ട് ചുമതല എടുത്ത് ചെയ്യുന്നത്, കാശ് മുടക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ഇവിടെ കാശ്, നിങ്ങളുടെ കാശ്, ചുമതല ഞാൻ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് എനിക്കൂടെ അറിയാൻ വയ്യാത്ത ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഉടുപ്പിടുന്ന എന്തിനാണെന്ന് എനിക്കറിയാം, ചെരുപ്പിടുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷെ വേറെന്തെങ്കിലും ഒരു സാധനം എൻ്റെ മണ്ടേ വെച്ച് കിട്ടണമെങ്കിൽ അത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. ഞാൻ പണ്ട് സൈക്കിളിൽ കയറുന്ന കാലത്ത് കാലിൽ ഇപ്പോൾ അങ്ങനെ ഒരു സാധനമേ ഇല്ല, ഒരു സ്പ്രിങ് പോലൊരു സാധനം വെക്കുമായിരുന്നു. എൻ്റെ പാൻറ്റ് സൈക്കിൾ ചെയിൻ്റെ അകത്ത് പോകാതിരിക്കാനാണ്. അതെന്തിനാണ് വെക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ പെടലിക്ക് അങ്ങനെ തോന്നിയിടണമെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് എനിക്കറിയണം. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്നത് എന്തിനു വേണ്ടി എന്ന് എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യത്തില്ല, ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം പിതാവിനറിയാവുന്ന ഒന്ന് ചിലപ്പോൾ എൻ്റെ വെച്ചേക്കായിരിക്കും, എനിക്കതറിയത്തില്ല. പിതാവിനറിയാവുന്ന ഒരു കാര്യം എൻ്റെ വെച്ചേക്കായിരിക്കും, എന്നെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി. എന്തിനെന്നറിയാൻ വയ്യാത്ത ഒന്നും ഞാൻ ചെയ്യത്തില്ല. അന്ന് ആദ്യമായിട്ട് ഉയർന്നു വന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വിവാഹ സ്ഥലത്ത് ഒരു നാരങ്ങ കൊടുക്കുന്നൊരു പതിവുണ്ട്. മലയാളികളാണെങ്കിൽ സദ്യയുടെ കൂടെ അത് വിളമ്പിയിരിക്കും. ഇത് എന്നെ എടുക്കാൻ പക്ഷെ വിളമ്പും. ഇവിടെയാണെങ്കിൽ സദ്യയുടെ കൂടെ കൊടുക്കാറില്ലായിരുന്നു. ആരെങ്കിലും ഒരു ഗിഫ്റ്റ് ഇങ്ങോട്ട് തരികയാണെങ്കിൽ തിരിച്ചൊരു നാരങ്ങ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു പതിവ്. ഈ പട്ടണത്തിൽ ഇപ്പോഴും അങ്ങനെ പതിവ്. ഒത്തിരി പേര് ഗിഫ്റ്റും കൊണ്ടുവരും. ആരെങ്കിലും ഒരു ഗിഫ്റ്റ് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് നാരങ്ങ ആയിട്ട് തിരിച്ചു കൊടുക്കും. ഒരു ദിവസം എൻ്റെ അകത്ത് ഇത് കയറിയുടെ ഇതൊരു അക്രൈസ്തവമായ കാര്യം വന്നു. നാരങ്ങയുമായി പല ആരാധനകൾക്കും ബന്ധമുണ്ട്. അതിൻ്റെ വല്ല ചെകുത്താനും ഇതിനകത്ത് കാണൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാനാണ് ചുമതല എടുക്കുന്നെങ്കിൽ ഇനി നാരങ്ങ ബിസിനസ് പറ്റുകയില്ല. അയ്യോ പാസ്റ്റർ, ഗിഫ്റ്റ് ഇങ്ങോട്ട് വാങ്ങിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചോട്, ഒരു നാരങ്ങയുടെ വിലയുള്ള ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചോട്. എന്തിനാന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. മറ്റേ എന്തിനാന്ന് അറിയാൻ വയ്യ. വിവാഹം കഴിഞ്ഞിട്ട് വന്നാൽ ഉടനെ ആദ്യമേ ഒരു ഗ്ലാസ് പാല് കൊടുക്കും. അപ്പോഴവരെ അതെന്തിനാ? അത് ശരിയാ, ഞാൻ ആലോചിക്കട്ടെ, എന്തിനാ എനിക്കറിയാൻ വയ്യ. ഞാനിന്ന് രാവിലെ പറഞ്ഞായിരുന്നു പാല് കുടിക്കുന്ന പരുവം കഴിഞ്ഞതാ പിള്ളേർ, അതുകൊണ്ടല്ലേ ഇവരെ കല്യാണം കഴിപ്പിച്ചേ. പിന്നെ എന്തിനാ ഇതിവിടെ കൊടുക്കുന്നത്? ഇതിനകത്ത് ഏതാണ്ടൊന്നുണ്ട്, എന്നാന്ന് എനിക്കറിയാൻ വയ്യ. പിള്ളേർ തളർന്നതായിരിക്കാം, പ്രത്യേകിച്ചും സഭാകമ്പം വളരെ കാണും. ലജ്ജയോ ഭയമോ എന്തോ ആങ്സൈറ്റിയോ ഒക്കെ ഇവർക്ക് ഒത്തിരി കാണും. അതുകൊണ്ട് ഇവർ വീക്കാകും, ടയർഡാകും. ഞാൻ പറഞ്ഞു, അതിന് സോഡ വാങ്ങിച്ചോട്. എൻ്റെ ചുമതലയിൽ ഞാൻ നടത്തിയിരുന്ന വിവാഹങ്ങളിൽ സത്യം അക്കാലത്ത് വിവാഹം കഴിച്ച കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ അവർ കുഞ്ഞുങ്ങളല്ല, ഇപ്പോൾ അവർ അപ്പനും അമ്മയും ഒക്കെയാണ്. അവരോട് ചോദിച്ചാൽ അറിയാം. വിവാഹത്തിന് മുമ്പ് ഞാൻ വിളിച്ച് ചോദിക്കുമായിരുന്നു, നിനക്ക് പെപ്സി ആണോ ഇഷ്ടം, പ്ലെയിൻ സോഡ ആണോ ഇഷ്ടം, അതോ പച്ചവെള്ളമാണോ ഇഷ്ടം? കരിക്കും വെള്ളം തരത്തില്ല, ചോദിക്കണ്ട, തരത്തില്ല. കാര്യം അതിനകത്തൊക്കെ ഇതുപോലുള്ള ഏതാണ്ടൊക്കെ ഉണ്ട്. നാരങ്ങ തരത്തില്ല. ബാക്കി പറ. അവർ പെപ്സിയാന്ന് പറഞ്ഞാൽ ഞാൻ പെപ്സി വാങ്ങിച്ചു കൊടുക്കുക. എനിക്കറിയാം എന്തിനാ ഇതെന്ന്. എനിക്കെന്തിനെന്നറിയാൻ വയ്യാത്തതങ്ങ് ഒഴിവാക്കുക. ഞാൻ മുമ്പേ പറഞ്ഞു, പ്രദീപിൻ്റെ വിവാഹത്തിന് ഞാൻ ഓർക്കുന്നുണ്ട്, മേശപ്പുറത്ത് കൊണ്ട് വെച്ചിരുന്ന പൂക്കൾ ഞാൻ എടുത്തു മാറ്റിയത്. ഞാൻ പറയട്ടെ മോനെ, ഇത് എന്തിനാന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായി, നീ പറയുന്നത് എന്തിനാന്ന്? അവനും അറിയത്തില്ല. എന്നാൽ പിന്നെ വിട്, വേണ്ട. എടുത്തു മാറ്റിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒറ്റ ഇൻസിഡൻറ്റിൽ ഞാൻ എന്തെങ്കിലും എടുത്തു മാറ്റിയിട്ടുള്ളൂ. ദാറ്റ് വാസ് ഫോർ ഹിം. എന്തിനാണെന്ന് എനിക്കൂടെ അറിയണം. ഞാനിവിടെ അറിഞ്ഞില്ലെങ്കിൽ ഞാനും അവനും അറിയാത്ത, അല്ലെ നിങ്ങളും അറിയാത്ത ഒരു ശക്തി ഇതിനകത്ത് കയറാൻ ഒരു ചാൻസ് ഉണ്ടാക്കണ്ട. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ചാൻസ് കൊടുക്കണ്ട. എന്തിനത് വെച്ചേക്കുന്ന ഒരു ചാൻസ് ഇല്ല. ദൈവത്തോട് മാത്രം പറ്റി നിൽക്കാൻ നാം തീരുമാനിക്കുന്നുവെങ്കിൽ ഭൂമിയിൽ നമ്മെപ്പോലെ രണ്ടാമതൊരു ജനതയില്ല. ഭൂമിയിൽ നമ്മെപ്പോലെ രണ്ടാമതൊരു ജനതയില്ല. എൻ്റെ ലൗകിക ജീവിതത്തിൽ ഞാൻ ചെന്ന് ചാടിയതുപോലുള്ള പ്രശ്നങ്ങളിൽ അധികം പേര് ചാടിയിട്ടില്ല. അധികം പേർക്ക് ചിന്തിക്കാൻ വയ്യാത്ത അതിശക്തമായ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ചെന്ന് അകപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ എണ്ണത്തിനകത്തുനിന്ന് പോറലില്ലാതെ ഞാൻ വെളിയിൽ വന്നു. അത് ദൈവത്തിൻ്റെ വൻകൃപയാണ്. ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ ചർച്ച പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ഒരു അടുത്ത കാലത്തെങ്ങും പറഞ്ഞിട്ടില്ല. എൻ്റെ മൂത്ത മകൻ ജനിക്കുന്നതിന് മുന്നമേ ഞങ്ങൾ അവൻ്റെ ജനനം പ്രതീക്ഷിക്കുന്ന കാലത്ത് ഒരു കർത്തൃദാസൻ ഒരു ദൂത് എന്നോട് പറഞ്ഞു. ഞാനും ചിന്നമ്മയുണ്ട്. ആ ദൂത് ഇങ്ങനെയായിരുന്നു: ഇന്ന് രാത്രിയിൽ ഉറങ്ങാതെ, ഇത് പറയുന്ന ഒരു 11 മണി അടുത്ത് കാണും അല്ലേ, രാത്രി ഒരു 11 മണി അടുത്താണ് ഇത് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഉറങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇല്ലെങ്കിൽ പാമ്പാട്ടി കുഴലൂതി കൊട്ടയിൽ നിന്ന് പാമ്പിനെ പുറത്തെടുത്ത് പലരുടെ മുമ്പിൽ പരിഹാസ വിഷയമാക്കുന്നത് പോലെ നിന്നെ വടക്കേ ഇന്ത്യയുടെ പട്ടണങ്ങളിൽ പരിഹാസമാക്കുവാൻ പിശാചിനൊരു പദ്ധതിയുണ്ട്. അത് വരാതിരിക്കാൻ ഇന്ന് രാത്രിയിൽ ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോളാൻ ഒരു ദൂത് പറഞ്ഞു. ഡേറ്റ് ഞാൻ എവിടെയൊക്കെയോ കുറിച്ചിട്ടിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് ആ ഡേറ്റ് ഓർമ്മയില്ല. തണുപ്പുള്ള ഒരു ഫെബ്രുവരിയിലത്തെ ചരിത്രമായത്, ന്യൂഡൽഹി വെച്ച്. നല്ല തണുപ്പുണ്ട്. പറഞ്ഞ അദ്ദേഹത്തിന് പോകാൻ ഒരു സൈക്കിൾ പോലും ഇല്ല. ഞാൻ അദ്ദേഹത്തെ അടുത്ത ബസ് സ്റ്റാൻഡ് വരെ എൻ്റെ സൈക്കിളെ കൊണ്ടുവിട്ടേച്ച് രാത്രി തിരിച്ചു വരുമ്പോൾ 12 മണി കഴിഞ്ഞു. ശരിക്കും ഉറക്കം വന്ന്. എനിക്ക് രാവിലെ ജോലിക്കും പോകണം.
നല്ല തണുപ്പുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടും കൂടെ സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഉണരുന്നതിന് മുന്നമേ ഒരു വലിയ ആൾ വന്ന് കതകിന് ബെല്ലടിച്ചു. ഞെട്ടി ഉണർന്നു. വെളുപ്പിനെ 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. നല്ല തണുപ്പ്. പെട്ടെന്ന് ഞാൻ വന്ന് കതക് തുറക്കുമ്പോൾ എൻ്റെ കമാൻഡിങ് ഓഫീസറാണ്. എന്നെപ്പോലൊരു ലോവർ റാങ്കിൽ ഒരാളിൻ്റെ വീട്ടിൽ ഒരു കമാൻഡിങ് ഓഫീസർ വന്ന് ബെല്ലടിക്കുന്നത് എനിക്കൊന്ന് അൺഇമാജിനബിൾ. അന്ന് ചിന്തിക്കാനൊക്കത്തില്ല. ഫുൾ യൂണിഫോമിൽ അദ്ദേഹം വന്ന് ബെല്ലടിക്കുന്നത്. ഞാൻ ആകെ തണുപ്പിൻ്റെ വിറയിലുണ്ട്. എൻ്റെ മണ്ടയ്ക്ക് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് വിറച്ചു പോയി. എന്ത് പറ്റി സാറേ എന്ന് ചോദിച്ചു. പെട്ടെന്നൊരു ടെമ്പററി ഡ്യൂട്ടി ഉണ്ട്, റെഡി ആയിക്കോ. അത് പറയാനാണ് വന്നത്. ഒരു ടെമ്പററി ഡ്യൂട്ടിക്ക് റെഡിയാകാൻ കമാൻഡിങ് ഓഫീസർ എന്ന് പറയുന്നൊരു ചരിത്രമില്ല. അതിനങ്ങേരുടെ താഴെയുള്ള ആരെങ്കിലും ഒരാൾ എഴുതി കൊടുത്തയക്കേ ഉള്ളൂ. അങ്ങേര് എന്ന് പറയുന്നൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത്ര എളുപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് നാളത്തേക്കുള്ള കിറോസിൻ വീട്ടിലില്ല. അന്ന് മണ്ണെണ്ണ സ്റ്റവ് ഉപയോഗിക്കുന്നത്. എൻ്റെ വൈഫാണെങ്കിൽ ഒരു അഡ്വാൻസ് സ്റ്റേജിലാണ്. ഐ ഹാവ് എ പ്രോബ്ലം. ഇതൊക്കെ നിങ്ങളൊക്കെ പറയുമെന്നറിയാം. അതിനാണ് ഞാൻ തന്നെ വന്നേ. കമോൺ റെഡി നാ, ഗെറ്റ് റെഡി. പിന്നെ എന്നെ ചെയ്യാൻ പറഞ്ഞു, ഇതൊക്കെ പറയുമെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ഇമ്മീഡിയറ്റ്ലി റെഡി ആയിക്കോ, 10 minutes. ഞാൻ ചോദിച്ചു, എവിടെ പോകുന്നത്? എനിക്കറിയാൻ വയ്യ, അദ്ദേഹത്തിനും അറിയത്തില്ല. ഉള്ളിടത്തോളം വിൻ്റർ ക്ലോത്തിങ് എടുത്തോളാൻ ഓർഡറുണ്ട് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള എവിടോട്ടാണ് പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. 10 minutes ഇവിടെ ട്രാൻസ്പോർട്ട് വരും, റെഡി ആയിക്കോളാൻ പറഞ്ഞു. എൻ്റെ യൂണിറ്റിൻ്റെ ക്ലർക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അവനോട് പറഞ്ഞു റെയിൽവേ വാറണ്ടും കൂടി എടുത്തോണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ മണ്ണെണ്ണ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞ് റെയിൽവേ വാറണ്ടും കൂടി എടുത്തോളാൻ പറഞ്ഞു. ഇത്രയും എനിക്ക് ഓർമ്മയുണ്ട്. 10 minute കൊണ്ട് കിട്ടിയതെല്ലാം കൂടെ വാരി കൂട്ടിയിട്ടു. പിള്ളേരെ പള്ളിക്കൂടി വീട്ടിലെന്നൊന്നും പറയാൻ പട്ടാളത്തിൽ പറ്റിയല്ല കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ പട്ടാളക്കാരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ട്, പഴയ അനുഭവങ്ങൾ വെച്ചുകൊണ്ട്. ഓക്കെ, ഒരു എക്സ്ക്യൂസ് ഒന്നിനുമില്ല. 10 minute കൊണ്ട് വണ്ടി വെളിയിൽ വന്ന് അതേ കയറി പാലം എയർപോർട്ടിൽ കൊണ്ടുപോയി. അപ്പോഴറിയുന്നത് പ്ലെയിനിലാണ് പോകുന്നതെന്ന്. പോകേണ്ടടുത്തൊക്കെ പോയി. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. വഴിയിൽ വെച്ച് എൻ്റെ ജോലി അവിടുത്തെ തീർന്ന ഉടനെ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇനിയും പോകാം, നിനക്ക് വീട്ടിൽ ആവശ്യമുണ്ട്. ഒരാഴ്ചത്തേക്കാണ് അവർ വന്നിരിക്കുന്നത്. ഒരു ദിവസമല്ലായിരുന്നു എൻ്റെ ജോലി, എനിക്ക് ചെയ്യേണ്ട എൻ്റെ ജോലി എന്നെക്കൊണ്ട് നിർബന്ധമായിട്ടും വേണ്ടത് തീർത്തുടനെ. അദ്ദേഹം പറഞ്ഞു, നീ വയ്ക്കോ, നിനക്ക് ഇനി റെയിൽവേ ടിക്കറ്റ് തന്നേക്കാം എന്ന് പറഞ്ഞൊരു വാറണ്ട് എഴുതുന്ന എന്നെ ഇനി തിരിച്ചു വിട്ടു. പക്ഷേ വരുന്ന വഴിയിൽ ഡെക്കോയിറ്റ്സ് എന്നെ അറ്റാക്ക് ചെയ്തു. ഞാൻ അങ്ങോട്ട് ചുരുക്കാം. എന്നെ അറ്റാക്ക് ചെയ്ത ഡെക്കോയിറ്റ്സ് എൻ്റെ പെട്ടി കൊണ്ടുപോയി. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റായി ചില കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്തോ ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി. ചുമ്മാ ഇതിനെ ഇൻഡ്യൂഷൻ എന്ന് പറയും. ചുമ്മാ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായി. ഒറ്റയ്ക്കൊരു റെയിൽവേ കമ്പാർട്ട്മെൻറ്റ് ഞാൻ ഒരാളേ ഉള്ളൂ. അന്ന് ഈ ഹയർ ക്ലാസ് ടിക്കറ്റിലാണ് ഞാൻ പോകുന്നത്. ആ സെക്ടറിൽ ഹയർ ക്ലാസ്സിൽ റോങ് സൈഡിൽ സമയത്ത് യാത്ര ചെയ്യുന്ന വേറെ ആരും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് ശേഷിച്ചു. എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്ന ഒരു വഴിയിൽ അങ്ങ് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ഒറ്റയ്ക്കാണ്. അഥവാ ഒരു അറ്റാക്ക് ഉണ്ടായാൽ, ആരെങ്കിലും കള്ളം കയറിയാൽ പെട്ടിയും കൊണ്ടുപോകും. ഞാനങ്ങ് ഉറങ്ങിപ്പോയാൽ എന്തോ ചെയ്യും, പെട്ടിയും കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി ഞാനതെടുത്ത് എൻ്റെ തലവണയ്ക്കിടെ കവിയനകത്തോട്ട് കയറ്റി വെച്ചു. എന്നിട്ട് തലവണ എടുത്ത് തലയ്ക്ക് വെച്ചുകൊണ്ട് കിടന്നു. മിനിറ്റുകൾക്കകം കള്ളം കയറി. പിച്ചാത്തി കാണിച്ച് എൻ്റെ പെട്ടിയെടുത്തു. പെട്ടിക്കകത്തൊന്നും കൊണ്ടുപോകാത്ത പോലെ വിലപ്പിടിപ്പുള്ള എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ പെട്ടിക്കകത്തില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അല്ലേ പേൻ എന്നെ ചെയ്യാൻ പിച്ചാത്തിയും കാണിച്ച് പെട്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് കള്ളം കൊണ്ടുപോയത്. അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഉന്നത കേസായി. വടക്കേ ഇന്ത്യയുടെ പട്ടണങ്ങളിൽ എത്രയിടത്താണ് എന്നെ കൊണ്ട് നടന്നേ. അറസ്റ്റ് ചെയ്തു. നാട് മുഴുവൻ കൊണ്ടു നടന്നു കള്ളനെ പിടിക്കാൻ. അവർ പറഞ്ഞത് സ്പൈസ് ആയിരിക്കണം ചെയ്തത്, പാകിസ്ഥാൻ്റെ ചാരന്മാരായിരിക്കണം ചെയ്തത്, അല്ലെങ്കിൽ ആരും ഇതിന് വരത്തില്ല, അല്ലെങ്കിൽ ആരും ഒരു വെട്ടിയുടെ പുറകെ ട്രെയിനിൽ കയറി പണിയൊന്നും കാണിക്കുകയില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? കുറച്ച് കഴിഞ്ഞതോടെ ഗവൺമെൻറ്റിന് തന്നെ ഒരു ചിന്തയുണ്ടായി, ഒരു പക്ഷേ എൻ്റെ ഇന്ന് വല്ലതും നഷ്ടപ്പെട്ടതാണ്. പെട്ടിക്കകത്തിന് ഇതിൻ്റെ ഒരു കോപ്പി എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ, സാധനം ഞാനിഞ്ഞ് കൊണ്ട് കൊടുത്ത് തലവണയ്ക്കകത്തായിരുന്നതുകൊണ്ട് പെട്ടിക്കകത്ത് ഇതിൻ്റെ ഒരു കോപ്പി എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അത് പോയത് അറിയാതിരിക്കാൻ ഇപ്പം വിവരം തരാത്തതാണോ, അല്ലെ എന്തായാലും കണ്ടുപിടിക്കാനൊക്കാത്തത്. വിഷമിച്ചു. അവസാനം റൂം നമ്പർ 11 എന്നും പറഞ്ഞ് ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു മുറിയുണ്ട്. എന്ന് പറഞ്ഞാൽ യുദ്ധ കുറ്റങ്ങളിൽ ഇടപെട്ട ചാരന്മാരെയൊക്കെ വടിക്കോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു മുറിയുണ്ട്, റൂം നമ്പർ 11. ഒരിക്കൽ റൂം നമ്പർ 11 കയറിയാൽ ജീവനോടെ പുറത്തു വരുന്ന കേസ് വളരെ ചുരുക്കമാണ്. വീട്ടിലേക്ക് ഒരു ടെലഗ്രാം കിട്ടും, കിൽഡ് ഇൻ റോഡ് ആക്സിഡൻറ്റ്, ശവവും കണ്ടില്ലെന്ന്. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അതാ റൂം നമ്പർ 11. ഞാനൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു. ഇതിനോടകം ജനമേ നാട്ടിക്കൊണ്ടേ ആക്കി. അത്രയും ഒന്ന് സാധിച്ചു. കുഞ്ഞുണ്ടായോ എന്നറിയത്തില്ല, അവൾക്ക് എന്തോ പറ്റിയെന്നറിയത്തില്ല. ഞാൻ റൂം നമ്പർ 11 എനിക്ക് കുഞ്ഞുണ്ടായി 18ാമത്തെ ദിവസമാണ് എനിക്ക് ടെലഗ്രാം കിട്ടുന്നത്. അന്ന് ടെലഗ്രാമേ ഉള്ളൂ, വേറൊന്നുമില്ല. ടെലഗ്രാം എൻ്റെ കൈ വരുന്നത് 18ാമത്തെ ദിവസം. ടൈമിന് ക്യാമ്പ് വന്നു, പക്ഷേ എൻ്റെ കൈ വന്നില്ല.
എന്നോട് പറഞ്ഞു, നിൻ്റെ ലഗേജ് എല്ലാം, നിൻ്റെ കയ്യിലുള്ള സകല സാധനങ്ങളും രണ്ടായി പാക്ക് ചെയ്തു. ഒന്ന് മിലിറ്ററിയുടെ യോജിച്ചത് മൊത്തം ഒന്നിച്ചും, നിൻ്റെ പേഴ്സണൽ ഐറ്റം വേറെ പലതായിട്ട് പാക്ക് ചെയ്തു. മിലിറ്ററിയുടെ ആ സാധനങ്ങൾ, മറ്റേ സാധനങ്ങൾ വെവ്വേറെ പാക്ക് ചെയ്തു. ഗവൺമെൻറ് ഇത് സീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നീ തീർന്നെന്ന്. വെടിവെച്ച് കൊന്ന ശേഷം വീട്ടിലേക്ക് ഒരു ടെലഗ്രാം പോകും, കിൽഡ് ഇൻ റോഡ് ആക്സിഡൻറ്റ്, ദാറ്റ്സ് ഓൾ. ആ സ്റ്റേജ് ഞാൻ എത്തി. 1 മാസം 1.5 മാസം എടുത്ത് കാണും അല്ലേ. ഒത്തിരി 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 അനുഭവത്തിലൂടെ പോയതാണ്. ഒരു പോറലില്ലാതെ പുറത്തു വന്നു. അതിനകത്ത് പോയതിൽ രക്ഷപ്പെട്ട് വെളിയിൽ വന്നവർ 100-1 500-1. അതിനകത്ത് പോയതിൽ തിരിച്ചു വന്നവർ. ഞാൻ അതിനകത്ത് പോയി തിരിച്ചു വന്നു. അങ്ങ് ഇഞ്ഞൊക്കെ വ്യാജി ചില ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പം ഞാൻ പണ്ട് ചോദിക്കുമായിരുന്നു, എടാ എന്നോടാണോ ഈ വേല കളിക്കാൻ വരുന്നത്? ഞാനിതൊക്കെ കണ്ടേച്ചു വന്നതാണ്. എന്നോടാണോ ഈ വേല കാണിക്കാൻ വരുന്നത്? അല്ലെ, ദൈവം അതുപോലുള്ള അനുഭവങ്ങളിലൂടെ നടത്തിയത് എന്തിനാന്ന് ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചർച്ചിൻ്റെ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി ഇപ്പോൾ എഴുതി വെച്ചില്ലേ, കയ്യും കാലും വെട്ടുമെന്നും പറഞ്ഞ് അല്ലേലിയ വിളിക്കുന്നവർ വരുമ്പോൾ, കൊടിയുമായി വരുമ്പോൾ നേരെ നിൽക്കണമെങ്കിൽ പഴയ അനുഭവങ്ങൾ വേണമായിരുന്നു എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഇതൊക്കെയും ചെയ്തത്. ഇന്ന് നിൽക്കേണ്ടതിന് ആവശ്യമുള്ളത് തരേണ്ടതിന് ദൈവം പണ്ട് പലതും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പോറലില്ലാതെ ഞാൻ പുറത്തു വന്നു. അതിനുശേഷം ചില ചില്ലറ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കമാൻഡിങ് ഓഫീസർ ഒരിക്കൽ നിനക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഒക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് അസിസ്റ്റൻറ്റ്, ഞങ്ങളുടെ സീനിയർ അഡ്മിൻ ഓഫീസർ ഒരു വാചകം പറഞ്ഞു തരുമ്പോൾ, സാറേ ഇത് എം എ വർഗീസ് സൂക്ഷിച്ചേ ആകാവുന്നു. അവനും ആരോൻ്റെ മേളി പരിചയമുണ്ട്. ഒരു സാറ് കുടുങ്ങും, അവനങ്ങ് പോവും. മനസ്സിലായോ? ഇത് എം എ വർഗീസ്, അവന് മേളിൽ ആരോൻ്റെ പരിചയമുണ്ട്. അവർക്കറിയാൻ വയ്യ ഇത് അങ്ങ് മഹാമേളിലാന്ന്. അതിന് താഴെയാന്ന് അവരുടെ ഓർമ്മ. ആരൻ്റെ മേളിൽ എനിക്കൊരു മാണി വർഗീസ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ എയർഫോഴ്സിൽ നിന്നൊരു കാര്യം സാധിക്കണമായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നൊരു 2-3 ദിവസത്തെ ലീവ് വേണമെന്ന് തോന്നി. പുള്ളി ഒരു 3 ദിവസത്തെ ലീവ് ആപ്ലിക്കേഷൻ എഴുതിയിട്ടു. ഞങ്ങളുടെ അഡ്മിൻ ഓഫീസർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഇളങ്ങ് വലിച്ചു കയറി കളഞ്ഞു. സാധാരണഗതിയിൽ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാൻ ആരുമില്ല. പക്ഷെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററെ മാണി വർഗീസിന് പേഴ്സണലായി അറിയാമായിരുന്നു. അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ, ഇദ്ദേഹത്തിൻ്റെ ഫാദറും അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററുമായി ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്ററെ വിളിച്ചു, സാറേ ഒരു സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്നടാ വേണ്ടിയെന്ന് ചോദിച്ചു. എനിക്കിങ്ങനെ ഒരു ലീവ് വേണമെന്ന് പറഞ്ഞു. നിനക്ക് എന്നാ പറ്റിയെന്ന് വെച്ചാൽ, എൻ്റെ ഇന്നയാൾ എൻ്റെ ലീവ് ആപ്ലിക്കേഷൻ കീറി കളഞ്ഞു, ആ ലീവ് തരാം, നീ പോക്കോളാൻ പറഞ്ഞു. അദ്ദേഹം വന്ന് വെച്ച് പുള്ളിയുടെ റൂം ചുമ്മാ കിടന്നു. ഉണ്ടടാ ഒരു ഗ്രൂപ്പ് പോലീസും സീനിയർ ഓഫീസേഴ്സും എല്ലാം കൂടി ഓടി വന്നിരിക്കുന്നു. ആരടാ ഈ പുള്ളി? ഞാൻ. എന്നാ വേണം? നിന്നെയാണ് കമാൻഡിങ് ഓഫീസർ വിളിക്കുന്നു, ഓടി വാ. അവിടെ ചെന്നു, എന്നാ എനിക്ക് ലീവ് വേണം. എത്ര ദിവസം വേണം? 7 ദിവസം വേണം. ഒരു ആപ്ലിക്കേഷൻ ഇട്. അതേ കീറിയവനോട് പറ വേറെ എഴുതാൻ. ഞാൻ കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ കീറിയില്ല, അവനോട് പറ വേറെ എഴുതാൻ. അദ്ദേഹം ചോദിച്ചു, നിനക്ക് ഈ ചീഫ് ഓഫ് എയർ സ്റ്റാഫിനെ പരിചയമുണ്ടോ? കാരണം ഡിഫൻസ് മിനിസ്റ്റർ ചീഫ് ഓഫ് എയർ സ്റ്റാഫിനെ വിളിച്ചാൽ പറഞ്ഞത്, സീ ദാറ്റ് യു ഗോ ഓൺ ലീവ്. ചെയ്തില്ലേ ചീഫ് വീട്ടിൽ പോവും. ചീഫ് ഓഫ് എയർ സ്റ്റാഫാണ് വിളിച്ചിട്ട് കമാൻഡിങ് ഓഫീസറോട് പറഞ്ഞു, എന്നടാ എളുപ്പം ലീവ് കൊടുത്തു വിടാൻ. അപ്പോൾ ഈ കമാൻഡിങ് ഓഫീസർ ചോദിച്ചു, നിനക്ക് എയർ ചീഫ് മാർഷലിനെ പരിചയമുണ്ടോ? പുള്ളി പറഞ്ഞാൽ എനിക്ക് പരിചയം മേളില്ല, ചീഫൊക്കെ ഇനി താഴെയാണ്. പുള്ളി പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു കൊടുത്തു. എന്ന് പറഞ്ഞാൽ മേളിൽ ആ 2 പരിചയമുണ്ട്. ഇവരുടെ മേളിലത്തെ പരിചയം മന്ത്രി ലെവലോ പ്രസിഡന്റ് ലെവലോ വരെ പോകത്തുള്ളൂ. പക്ഷെ നമ്മുടെ പരിചയം അതിനേക്കാൾ മേളിലാകെ. ദൈവത്തിന് ചിലരെ സഹായിക്കാൻ കാണും. പക്ഷെ തിരിച്ചു പറയാമോ, പോറലേക്കാതെ ഞാൻ പുറത്തു വരണമെങ്കിൽ ഞാൻ ദൈവത്തോട് പറ്റി നിൽക്കും. ഞാൻ അറിയാത്തത് എൻ്റെ മേൽ കെട്ടിയേൽപ്പിക്കാൻ പിശാചിന് താല്പര്യമുണ്ട്. മുമ്പേ ഇവിടെ തുപ്പുക എന്ന് എഴുതി വെച്ചത് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ കയറി ഇരുന്നത്. എൻ്റെ അറിവ് കൂടാതെ ഇത് അവിടെ ഇരിക്കുക. പക്ഷെ അത് കാണുന്നവൻ തുപ്പും. അടുത്ത കുസൃതിയാണെങ്കിൽ തുപ്പും. എൻ്റെ ജീവിതത്തിൽ പിശാചൊരു കളങ്കം കൊണ്ടിട്ടാൽ എൻ്റെ ജീവിതത്തിൽ ഇത് പറ്റത്തില്ല. ഭൂമിയും പുല്ലും ഉള്ളിടത്തോളം, സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഞങ്ങളുടെ തലമുറകളും ഇവയിൽ നിന്ന് മാറി നീക്കുമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിത്വം കേരളത്തിൽ വളരാൻ തുടങ്ങി. ഇന്നൊന്നുകൂടെ വളർത്തുവാൻ നമ്മിൽ ചിലരും കൂടെ ദൈവിക വേർപാടിൽ നിൽക്കാം. ഞാനൊരു കൊച്ചു ബൈബിൾ സ്റ്റഡിക്ക് തുടങ്ങിയതാണ്, അത്ര കൊച്ചല്ലാതെ അതങ്ങ് മാറി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ഒത്തിരി 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 ആശയങ്ങൾ എടുത്തു പറഞ്ഞു. ഞാൻ ഒറ്റ ഇൻസിഡൻ്റ് കൂടെ പറയട്ടെ. ഒറ്റ ഇൻസിഡൻറ്റ്. വെരി 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 സീനിയർ ലെവലിൽ എൻ്റെ ഇൻട്രോഗേഷൻ നടക്കുമ്പോൾ എത്ര നോക്കിയിട്ടും ഞാനൊരു കുറ്റവും സത്യമായിട്ട് ചെയ്തിരുന്നില്ല. എന്നാലിപ്പോൾ ഒരു കാര്യത്തിൻ്റെ എല്ലാ വശവും തുറന്നു പറഞ്ഞു കാണത്തില്ല. ഒരാഴ്ചത്തെ അനുഭവം ഒരുത്തിനെ കൊണ്ട് തുറന്നു പറഞ്ഞ് തീർക്കാനും നോക്കുകയില്ല. അതിനേക്കാൾ കൂടുതലുണ്ട്.
CBI ഒരു ദിവസം കയറി, ഐ നോ ഐ എം ബീങ് റെക്കോർഡഡ്, ഐ നോ ഐ എം ബീങ് ബ്രോഡ്കാസ്റ്റഡ് വിത്ത് ഓൾ ദാറ്റ്. CBI ഒരു ദിവസം പറഞ്ഞു, ഇന്ത്യൻ CBI ഒരു ദിവസം പറഞ്ഞു, ഇവൻ ഏതോ രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനോടകം ഞങ്ങൾ ഇനി പിടിച്ചേനെ. ഇനി അതിനി എന്നാ ചെയ്യുക? അതിന് പിന്നെ ഹിപ്നോട്ടൈസ് ചെയ്യണം. അത് കേട്ടപ്പോൾ എൻ്റെ ആകെ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞുണ്ടാകാനുള്ള ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് 2 ആഴ്ചയും കൂടെ കഴിഞ്ഞു. എനിക്ക് പുറത്തിറങ്ങാനൊക്കത്തില്ല. ഞാൻ റൂം നമ്പർ 11 എനിക്ക് ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അറസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അറസ്റ്റിനേക്കാൾ കുറവല്ല, ബലം കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. പക്ഷെ ഐ എം ഹെൽഡ് ഇൻ. ഇനിയും ഇവനെ ഹിപ്നോട്ടൈസ് ചെയ്യാതെ മാർഗമില്ലെന്നായി. ഒരു ദിവസം എൻ്റെ റൂമിനകത്ത് ആളുകൾ വന്നു. എൻ്റെ വാച്ച് അഴിച്ചു കൊടുക്കാൻ പറഞ്ഞ് അഴിച്ചു കൊടുത്തു. കണ്ണ് രണ്ടും പൊതിഞ്ഞ് കെട്ടി. ആരോ കൈ പിടിച്ച്, 2 പേര് ചേർന്ന് കൈ പിടിച്ചൊരു കാറിനകത്ത് കയറ്റി എവിടോ കൊണ്ടുപോയി. ഇൻട്രോഗേഷന് വേണ്ടിയുള്ള സ്ഥലമായിരുന്നു. അതിനകത്ത് കയറിയ ശേഷം എൻ്റെ കണ്ണഴിക്കുന്നത്. എത്ര നേരം യാത്ര ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പേടി കൊണ്ടായിരിക്കാം, ഒരു ദിവസം അങ്ങ് പോയ പോലെ തോന്നിയത്. പേടി കൊണ്ടായിരിക്കാം. ആന്നു ഇപ്പം എനിക്ക് കണക്ക് കൂട്ടാൻ അറിയാം. മേ ബി 15 കിലോമീറ്റർ അത്രയും ദൂരമേ ഉള്ളൂ ഞാൻ കിടന്ന റൂമിൽ നിന്ന് വന്ന റൂമിലേക്ക്. അവിടെ ഇരുന്ന സീനിയർ മോസ്റ്റ് ആള് എന്നോട് ചോദിച്ച വാചകം എനിക്ക് ഓർമ്മയുണ്ട്. ബേട്ടാ തൂ കിത്തന സാൽ കാ ഹേ, മോനെ നിനക്ക് എന്നെ പ്രായമുണ്ടാകും. എൻ്റെ വയസ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞടാ, നീ ഉണ്ടാകുന്നതിന് 2 കൊല്ലം മുമ്പേ മുതലേ ഞാൻ ഇതാ ഇവിടുത്തെ വടിക്കോൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആളാ. നീ ഉണ്ടാകുന്നതിന് 2 കൊല്ലം മുമ്പേ ഞാൻ ഈ പണി തുടങ്ങിയതാ. ഇത് വെരി ഓൾഡ് മാൻ, എന്നെ തപ്പിച്ചാരും പോവില്ല. ഞാനും അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ ഓർക്കുന്നുണ്ട്, കർത്താവ് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിയുമ്പോൾ തത്ത പറയുന്ന പോലെ സകല രഹസ്യവും പറയും. ഞാൻ മുമ്പേ പറയാത്ത വേറെ വല്ലതും വന്നു പോയെങ്കിൽ പണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിച്ചെന്നും പറഞ്ഞ് മതി, വഴിവെക്കാൻ അത് ധാരാളം മതി. അങ്ങേരെ എന്നെ ആകപ്പാടെ വിളിച്ചേച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന പേന ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് അങ്ങയുടെ മുമ്പിലിരുന്ന വലിയ മേശയുടെ പുറത്തോട്ട് ഒരു എറിഞ്ഞു. ഇത് ഉരുണ്ട് പോയി. എന്ന് പറഞ്ഞത്, ഈ പേന ഇറ്റ് മേക്ക് വണ്ടേഴ്സ്, ഇതുകൊണ്ടൊരു ഒപ്പിട്ടാൽ ഇട്ടതാ. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കുറേ ഫോംസ് ഇരിപ്പുണ്ട്. കമൻഡഡ് ഫോർ റെക്കമെൻഡേഷൻ, കമൻഡഡ് ഫോർ പ്രൊമോഷൻ, റെക്കമെൻഡഡ് ഫോർ ദിസ്, ഇതെല്ലാം ഒത്തിരിയുണ്ട്. ഏറ്റവും ഒടുവിലത്തേത് റെക്കമെൻഡഡ് ഫോർ എക്സിക്യൂഷൻ, കൊന്നേക്കാൻ വിധിച്ചെന്ന്, കൊന്നേക്കാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ് ഈ പേന കറക്റ്റ് ഫോമിൽ സൈൻ ചെയ്തിരിക്കും. ഇറ്റ്സ് എ പെൻ, ഇത് പവർഫുള്ളാണ്. നിനക്ക് ഇതുവരെ പറഞ്ഞ ചരിത്രത്തെക്കാൾ കവിഞ്ഞ് വേറെ വല്ലതും പറയാനുണ്ട്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്, ഇല്ലെങ്കിൽ ഇതിലൊരു ഫോമിലോട്ട് സൈൻ ചെയ്യും. ഞാനിതുവരെ എനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു, വേറൊന്നും എനിക്കറിയാൻ വയ്യ. ഓൾ റൈറ്റ്, ഹിപ്നോട്ടൈസ് ചെയ്തേക്കാൻ പറഞ്ഞു. അതിനടുത്ത റൂമിലേക്ക് കൊണ്ടുപോയി. കണ്ണ് കാണാം, കണ്ണ് കെട്ടിയിട്ടില്ല. പക്ഷെ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ആ കാറിനകത്തിരുന്ന്, ദൈവമേ 2 പേര് തമ്മിൽ അടിയുണ്ടാകുക എന്നതിൽ ഒരു മിടുക്കനെ കണ്ടുപിടിച്ചാൽ രക്ഷപ്പെടാം. നിയമത്തിന് പിടിച്ചതാണെങ്കിൽ കോടതി രക്ഷപ്പെടാം. ഒന്നുമൊത്തിൽ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കുക, ഇതെന്നെ ചെയ്യും. ഭൂമിയിൽ എന്നെ സഹായിക്കാൻ ഒരാളില്ല, ഞാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്ക് എൻ്റെ അകത്ത് കയറി. ഞാനിതിനു മുമ്പ് ഒരിക്കൽ അതിൻ്റെ ഒരു ഭാഗം ഇവിടെ തൊട്ടിട്ടുണ്ട്. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ബുദ്ധി അഫലമായിരിക്കുന്നു. അതങ്ങ് പിടിച്ചു. ഹിപ്നോട്ടൈസ് ചെയ്യുന്ന എൻ്റെ ബുദ്ധിയായ അത് അഫലമായാൽ പിന്നെ എന്നാ ചെയ്യും? കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് പറഞ്ഞതിന് ദുബായിൽ നിന്നും മറ്റും പ്രതികരണങ്ങൾ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പ്രാവശ്യം വീണ്ടും കേട്ടു. എൻ്റെ ബുദ്ധി അഫലമായാൽ പിന്നെ എന്നത്തിനെ ഹിപ്നോട്ടൈസ് ചെയ്യാനാ? കർത്താവേ, ബൈബിളിൽ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതുപോലെ ആന്നു. ഇതുവരെ ഇങ്ങനൊരു ടെസ്റ്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ ടെസ്റ്റിലോട്ട് കയറുക. ഹിപ്നോട്ടൈസ് ചെയ്തു. ഒരു പെതഡിൻ ഇഞ്ചക്ഷൻ എനിക്ക് തന്നു. ഗിവ് ഹിം എ പെതഡിൻ എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തു. ഫിറ്റ് ഫോർ ഹിപ്നോട്ടൈസേഷൻ എന്ന് എഴുതി വെച്ചു. ഗിവ് ഹിം എ പെതഡിൻ എന്ന ഡോക്ടർ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് പെതഡിൻ ഇഞ്ചക്ഷനാണ് കിട്ടിയതെന്ന് എനിക്കറിയാം. എൻ്റെ അരികിൽ ആ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സീനിയർ ആൾ വന്ന് നിന്ന് 2 കൈ ഉയർത്തി കാണിച്ചുകൊണ്ട്, യു ആർ അണ്ടർ മൈ കൺട്രോൾ, യു ആർ അണ്ടർ മൈ കൺട്രോൾ എന്ന് ആവർത്തിച്ച് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഉറങ്ങി. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് അന്യഭാഷ സംസാരിക്കാൻ കർത്താവ് കൃപ തന്നു. കുറേ സമയം കഴിഞ്ഞ് തിരിച്ചുണർന്നു. ആ മനുഷ്യൻ വളരെ സ്നേഹത്തോടെ എന്നോട് ചോദിച്ചു, നിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തുവാ? നീ എവിടെയെങ്കിലും സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, എന്താ സാർ?
ഞാൻ എഞ്ചിനീയറിംഗ് എടുത്ത കൂട്ടത്തിൽ ലേബർ സൈക്കോളജി എൻ്റെ ഒരു സബ്ജക്റ്റായിരുന്നു. അത് പഠിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും അല്ല. നീ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ല. നീ എവിടെയൊക്കെ പഠിച്ചു? ഇന്നടത്തൊക്കെ പഠിച്ചു. ഓക്കെ. ഞാൻ എന്താ സാർ? അല്ല, നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിച്ചില്ല. അതാ നീ ഉണ്ടാകുന്നതിന് 2 കൊല്ലം മുമ്പേ ഞാൻ ഇത് തുടങ്ങിയതാന്ന് പറഞ്ഞ പുള്ളി പറയുക. നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് ചോദിക്കുക നീ ഇതുവല്ലം പഠിച്ചോ? അല്ല സാർ. കുഴപ്പമില്ല, നീ പോ, രക്ഷപ്പെട്ടൊന്നുമില്ല. എനിക്ക് ഒരാളിനുള്ളതിനേക്കാൾ കൂടുതൽ മെൻ്റൽ കപ്പാസിറ്റി നിനക്കുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഒക്കത്തില്ല. യു മേ ബി സ്ട്രോങ്ങർ ദാൻ മീ, ഇറ്റ് ക്യാൻ ബി. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം. പക്ഷെ ഞങ്ങളിവിടെ ഒരുത്തനല്ല, ഞങ്ങളിവിടെ പലരുണ്ട്. നീ ഇനിയും തിരിച്ചു വരും, പോക്കോളാൻ പറഞ്ഞു. കണ്ണ് കെട്ടി തിരിച്ചു കൊണ്ടുവന്ന് പഴയ സ്ഥലത്താക്കി. അടുത്തൊരു ദിവസം വീണ്ടും വാച്ച് വാങ്ങിച്ചു, കണ്ണ് കെട്ടി കൊണ്ടുപോയി. അന്ന് ചെന്നപ്പോൾ 4 പേരുണ്ട് ഇവിടെ. ഇന്ത്യയിലെ സീനിയർ മോസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് 4 ആണ്. അതിൽ ഒരുത്തന് 4 പേരേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഒക്കുകയില്ല. പഴയ ഇഞ്ചക്ഷൻ, പഴയ ഡോക്ടർ, പഴയതിനേക്കാൾ ഇച്ചിരൂടെ ഗൗരവമായി അന്യഭാഷ സംസാരിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. തിരിച്ചുണർന്നു. 4 പേർക്കും അറിയണം നിനക്ക് ഏതെല്ലാം ഭാഷകൾ അറിയാം പറഞ്ഞു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇച്ചിരിച്ചിരി അറിയാം, തമിഴ് കേട്ടാൽ മനസ്സിലാവും. ഇതൊന്നും അല്ലാത്ത വേറെ ഏതാ? വേറെ എനിക്ക് ഭാഷ അറിയാൻ വയ്യ. നീ സംസാരിച്ചതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് തിരിച്ച് കേൾപ്പിച്ചാൽ ഭാഷ പറയാമോ? ഞാൻ പറഞ്ഞൊക്കെ പറയാം. തിരിച്ച് കേട്ടപ്പോൾ അന്യഭാഷ. ചോദിച്ച ചോദ്യത്തിനെല്ലാം അന്യഭാഷ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതന്നെ പറഞ്ഞു. ഒടുവിൽ ആ മനുഷ്യൻ എഴുതി വെച്ചു, ഇവൻ കുറ്റക്കാരനല്ല. ആയിരുന്നെങ്കിൽ സത്യം പുറത്തു വന്നേനെ. കുറ്റക്കാരനല്ല, മനസാക്ഷി കുറ്റമില്ല. അതുകൊണ്ട് ഈ മെയ്ഡ് സം ഇറിലവൻറ്റ് സൗണ്ട്സ്. ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഹി ഓൺലി മെയ്ഡ് സം ഇറിലവൻറ്റ് സൗണ്ട്സ്. ബാക്കി ഇനി എയർഫോഴ്സ് എൻക്വയറി ചെയ്തോളാൻ പറഞ്ഞു. നിർത്തിയേക്കാം. അടുത്ത എൻക്വയറിക്ക് വേണ്ടി ഒരു വളരെ സീനിയർ ഓഫീസർ എന്നെ വിളിപ്പിച്ചു. ഇത് പറയും എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ മറുഭാഷ പറയൂ? പറഞ്ഞു, പറയും. ഞാൻ കേട്ടു. ഞാൻ സാറ് പറയൂ? ഇല്ല, എൻ്റെ ഭാര്യ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. അപ്പം അത് തന്നെയാണ്. ശരി, പോക്കൂ, തീർന്നു. നമ്മൾ വിശ്വസിക്കുന്നത് എന്തോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞു, ഇന്ന് പലർക്കും അന്യഭാഷ പാടുന്നതിനിടയ്ക്ക് തന്നെ പുസ്തകം എടുക്കാൻ വായിക്കാം. ബുദ്ധി അഫലമാണോ? ആർ വി സ്റ്റൂപ്പിംഗ് ഡൗൺ ടു ദ ലെവൽസ്? ആ ഒറിജിനൽ ക്വാളിറ്റിയിൽ നമുക്ക് മടങ്ങിപ്പോകാമോ? നമുക്ക് ഒറിജിനൽ ക്വാളിറ്റി സൂക്ഷിക്കാമോ? മറ്റൊന്നും മനസ്സിലാകാത്ത, മറ്റൊന്നും ഗ്രഹിക്കാത്ത സാക്ഷാൽ ബൈബിൾ പറയുന്ന ബുദ്ധി അഫലമായ സാഹചര്യത്തിൽ നമുക്ക് വരാമോ? അതിനുവേണ്ടി ചിലർ ഏൽപ്പിക്കപ്പെടുമെങ്കിൽ വരാം. ഞാൻ ഒരു കാര്യത്തിൽ വളരെ നിർബന്ധമുള്ളത്, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം എൻ്റെ നാവിന്മേൽ തരുന്നതല്ലാതെ അന്യഭാഷയുടെ കൂട്ടത്തിൽ ഒരു ശബ്ദം എൻ്റെ നാക്കുകൊണ്ട് ഉണ്ടാക്കത്തില്ല. ദൈവം എൻ്റെ നാവിന്മേൽ തന്നാൽ ഞാനത് പറഞ്ഞിരിക്കും. ഒരു പിശാചിനെയും പേടിക്കേണ്ടതില്ല. ദൈവം എൻ്റെ നാവിന്മേൽ തരുന്നതല്ലാതെ പരിചയത്തിൽ നിന്ന് വരുന്നത് മാറ്റാം. നമുക്ക് ഹയർ ക്വാളിറ്റിയിലേക്ക് മാറാം. ഞാൻ എപ്പോഴും പറയുന്നത് ദ ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ദി പെർമിറ്റഡ് ക്വാളിറ്റി. ആ ബെസ്റ്റ് ക്വാളിറ്റിയിലേക്ക് മാറുവാൻ നമ്മളെ ഒന്ന് ഏൽപ്പിക്കുമെങ്കിൽ ദൈവത്തിന് മണ്ണിൽ നിന്ന് ഒരു കൂട്ടം വൃതന്മാരെ വേണം. ദൈവം നമ്മെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കും. ഞാനൊരു ബൈബിൾ സ്റ്റഡി ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ തുടങ്ങി, ഒരുപാട് ഇഞ്ഞു പോരുന്നു, ഒരുപാട് ആത്മീക കാര്യങ്ങളിലൂടെ വന്നു. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ദൈവസന്നിധിയിൽ തികഞ്ഞ നിർമ്മലതയോടെ നടത്തും. ഈ ശദ്രക് മേശക് അബേദ്നെഗോവിനെ 3 പേരെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തി. ബാബിലോന്യ രാജാവിൻ്റെ തീക്കുണ്ടം 7 ഇരട്ടി ചൂട് വർദ്ധിപ്പിക്കുമ്പോൾ ഇവർ നിസ്സാരമായിട്ട് പറഞ്ഞു, രാജാവേ, ഇതിനൊന്നും മറുപടി വരേണ്ട കാര്യമില്ല. അങ്ങനെ ദൈവം വിടുവിച്ചു. ഇല്ലേലും നിൻ്റെ മുമ്പിൽ വണങ്ങുകയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഇല്ലേലും നിൻ്റെ മുമ്പിൽ വണങ്ങുകയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. നിനക്ക് തീയല്ലേ ഉള്ളൂ, കൊണ്ടുപോവാ. ആ 1ാം ക്വാളിറ്റിയിൽ ഞാൻ നിൽക്കുമെന്ന് പറയുവാൻ ചിലരുണ്ടെങ്കിൽ, ബാബിലോന്യ തീയെ വെല്ലുവിളിച്ച ഒരു ചരിത്രം ഞങ്ങളുടെ സന്തോഷ് പാസ്റ്റർ ജോൺസൺ ഒരിക്കൽ ഈ സ്റ്റേജിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. തീ കെടുത്തിയ പലരുണ്ടല്ലേ, തീ കെടുത്ത് കൊച്ചു പിള്ളേരുടെ അടുക്കൽ മെഴുകുതിരി അവരുടെ തമാശ ഊതിക്കെടുത്തുന്നത് അങ്ങ് കെടുത്തും. തീ കെടുത്താൻ പലരെ കൊണ്ട് വെക്കും. പക്ഷേ ഈ ശദ്രക് മേശക് അബേദ്നെഗോവിനെ കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായം വരുന്ന തീ കെടുത്തി എന്നല്ല. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അന്ന് അവനോട് പറഞ്ഞത് തീയുടെ ബലം കെടുത്തിന്ന്. അന്ന് സന്തോഷം പറഞ്ഞു, ഇവിടെ വെച്ചാലായിരുന്നു പറഞ്ഞേ. ഇവിടെ വെച്ച് തന്നെ അവിടെ വെച്ചായിരുന്നു. അവനെ പറഞ്ഞ വാചകം, എവിടെ വെച്ചോ പറഞ്ഞത് പാസ്റ്റർ ജോൺസനാ. അവൻ പറഞ്ഞ വാചകം, കത്തി എരിയുന്ന തീയുടെ നടുക്കോട്ട് നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ബാബിലോണിലെ നാണം കെട്ട തീയെ കഴകമുണ്ട് എൻ്റെ മുടിയിൽ ഒരെണ്ണം കരിക്കടാ വാ.
ബാബിലോണിലെ നാണം കെട്ട തീയെ, നിനക്ക് കഴിവുണ്ടെങ്കിൽ എൻ്റെ കാച്ചട്ട തയ്ച്ചിരിക്കുന്ന നൂലയിൽ ഒരെണ്ണത്തിൽ ഒരു നിറം പിടിപ്പിക്കടാ വാ. തീ കെടുത്തിയ പലരുണ്ട്, തീയുടെ ബലം കെടുത്തിയത് കുറവേ ഉള്ളൂ. ഇവർ വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. ഇന്ന് പകൽ സെക്കൻഡ് കാറ്റഗറിയിൽ നിന്ന് മാറി ദി പ്രോപ്പർ വൺ, ദൈവത്തിന് വേണ്ടി ഒന്ന് ഉയരുവാൻ എൻ്റെ ലക്ഷ്യം അതാ. കം ടു ദ പെർഫെക്ഷൻ. ആ ദൈവിക പെർഫെക്ഷനിലേക്ക് വരാൻ തീ കെടുത്തിയ പലരും കണ്ടേക്കാം. തീയുടെ ബലം കെടുത്തുന്ന സാഹചര്യത്തിലേക്ക് മാറുവാൻ ദൈവം നമ്മിൽ ചിലരെ ശക്തീകരിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരു വാക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നീണ്ട സമയം അങ്ങയുടെ വചനത്തിൻ്റെ ഗൗരവമുള്ള ആഴത്തിൽ പോകുവാൻ ഇന്ന് ഞങ്ങൾക്കിടയാക്കിയതിനായി സ്തോത്രം. അതിനുവേണ്ടി തിരുവചനവും ലോകചരിത്രവും കർത്താവെ അനുഭവവും പലതും മാറി മാറി ഉപയോഗിച്ച് സ്വർഗം ചില ഹൃദയങ്ങളോട് ഇടപെട്ടതിനാൽ അടിയൻ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ. ആരുടെയൊക്കെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടോ അവരെ ദൈവിക പെർഫെക്ഷനിലേക്ക് മാറ്റുവാൻ അങ്ങയുടെ ശക്തിയും അടിയൻ ചോദിക്കുന്നു. തമ്പുരാനെ, ശക്തി അവരുടെ മേൽ പകരണേ. മുഴുവൻ മഹത്വവും അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen.